സിമ്പിൾ കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും തിരഞ്ഞെടുത്ത 40 ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തിയാണ്, കുറച്ച് കൂടുതൽ കണ്ടൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്വസ്റ്റ്യനും അത് ഉൾപ്പെടുന്ന ഏരിയയിലുള്ള മെയിൻ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കമ്മ്യൂട്ടേറ്റർ LXLY ഈസ് ഈക്വൽ ടു ഓപ്ഷൻസ് IHLZ IH ക്രോസ് LZ മൈനസ് IH ക്രോസ് LZ മൈനസ് IHLZ. ദി കമ്മ്യൂട്ടേറ്റർ LXLY. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, IH ക്രോസ് LZ. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ആണ്. കമ്മ്യൂട്ടേറ്റേഴ്സിൻ്റെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. LXLY ഈസ് ഈക്വൽ ടു IH ബൈ 2π LZ. IH ബൈ 2π LZ. അതായത് LXLY, എക്സും വൈയും ആണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആൻസറിൽ വരിക LZ ആയിരിക്കും. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എക്സും വൈയും, എക്സ് കഴിഞ്ഞാണ് വൈ, ഓർഡറിലാണ്, അപ്പോൾ നെഗറ്റീവ് സൈനും ഉണ്ടാവില്ല. ഇനി ഓർഡറിലല്ല തിരിച്ചാണ് ചോദിച്ചതെങ്കിൽ അവിടെ ഒരു മൈനസ് സൈനും കൂടി ഉണ്ടാവും. LY LX ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ മൈനസ് IH ബൈ 2π LZ ആയിരിക്കും ആൻസർ വരുന്നത്. ഒരു കാര്യം കൂടി നോട്ട് ചെയ്യാനുണ്ട്. H ബൈ 2πയെ നമുക്ക് ഷോർട്ട് ഫോമിൽ H ക്രോസ് എന്ന് എഴുതാം. H ബൈ 2π എന്നതിന് H ക്രോസ് എന്ന് എഴുതാം. അപ്പോൾ ഓപ്ഷനിൽ ചിലപ്പോൾ IH ബൈ 2π എന്ന ഫോമിലാവാം, ചിലപ്പോൾ IH ക്രോസ് എന്ന രൂപത്തിലും ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഓർഡറിലാണെങ്കിൽ പോസിറ്റീവ് സൈൻ ആണ്, അതിലില്ലാത്തത് ഏതാണോ അതാണ് അതിൽ വരുന്നത്. കൂടെ IH ബൈ 2π ഉണ്ടാവും. ഈ രീതിയിൽ ബാക്കിയുള്ള റിസൾട്ടൊക്കെ എന്താണെന്ന് നോക്കാം. LXLY ഈക്വൽ ടു IH ബൈ 2π LZ. LXLY ഈസ് ഈക്വൽ ടു IH ക്രോസ് LZ, രണ്ടും സെയിം ആണ്. LY LZ ഈസ് ഈക്വൽ ടു LY LZ, Y കഴിഞ്ഞാണ് Z, ഓർഡറിലാണ്, പോസിറ്റീവ് സൈൻ ആയിരിക്കും ഉണ്ടാവുക. കൂടാതെ വൈയും സെഡും ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ എക്സ് ആയിരിക്കും ആൻസറിൽ വരുന്നത്. IH ക്രോസ് LX എന്നാണ് ആൻസർ വരിക. ഇതിന് വേണമെങ്കിൽ നമ്മൾ ആദ്യം എഴുതിയ ഫസ്റ്റ് ഫോമിൽ എഴുതിയതുപോലെ IH ബൈ 2π LX എന്നും എഴുതാം. തേർഡ് വൺ LZ LX. LZ LX, Z കഴിഞ്ഞാണ് എക്സ് അല്ലേ. വീണ്ടും അതിന് ഓർഡറിൽ വരികയാണെങ്കിൽ Z വരെ അവസാനിക്കും, പിന്നെ വീണ്ടും എക്സ് ആണ് തുടങ്ങുന്നത്. ഇപ്പോൾ ആൻസറിൽ LY ആയിരിക്കും ഉണ്ടാവുക, ഓർഡറിലായതുകൊണ്ട് പ്ലസ് ആണ്. IH ക്രോസ് LY ആണ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ 4 റിസൾട്ടും പഠിച്ചു വെക്കുക. ഇനി എക്സും വൈയും റിവേഴ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു മൈനസ് സൈനിൻ്റെ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ. LY LX ഈക്വൽ ടു മൈനസ് IH ക്രോസ് LZ. ബാക്കിയുള്ള ഭാഗത്തിലൊന്നും മാറ്റമല്ല, ഒരു സൈന് മാത്രം മൈനസ് വരും. LZ LY ഈസ് ഈക്വൽ ടു മൈനസ് IH ക്രോസ് LX. LX LZ ഈസ് ഈക്വൽ ടു മൈനസ് IH ക്രോസ് LY. ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. LXLY IH ക്രോസ് LZ, LY LX മൈനസ് IH ക്രോസ് LZ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് LXLY ഈസ് ഈക്വൽ ടു IH ക്രോസ് LZ, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡീലോക്കലൈസേഷൻ എനർജി ഓഫ് ബെൻസീൻ അക്കോർഡിംഗ് ടു ഹക്കിൾ molecular orbital method is. The delocalization energy of benzene according to Huckel molecular orbital method is. ആൻസർ എന്താണെന്ന് നോക്കാം. ഡീലോക്കലൈസേഷൻ എനർജി ഓഫ് ബെൻസീൻ ഈസ് ഈക്വൽ ടു 2β. ഡീലോക്കലൈസേഷൻ എനർജിയും സ്റ്റെബിലിറ്റിയും തമ്മിൽ ബന്ധമുണ്ട്. ഡീലോക്കലൈസേഷൻ എനർജി 0 ആയിക്കഴിഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആണ്. അതുപോലെ 3 കോമ്പൗണ്ട്സിൻ്റെ ഡീലോക്കലൈസേഷൻ എനർജി തന്നിട്ട്
അതിലേതാണ് മോസ്റ്റ് സ്റ്റേബിൾ, അതുപോലെ ലീസ്റ്റ് സ്റ്റേബിൾ, അൺസ്റ്റേബിൾ, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഡീലോക്കലൈസേഷൻ എനർജി വാല്യൂ വെച്ച് പറയാൻ പറ്റും. അതായത് മോസ്റ്റ് സ്റ്റേബിൾ ആവണമെങ്കിൽ അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ഡീലോക്കലൈസേഷൻ എനർജി. ലീസ്റ്റ് സ്റ്റേബിൾ ആവണമെങ്കിൽ ഡീലോക്കലൈസേഷൻ എനർജി ഏറ്റവും കുറഞ്ഞ കോമ്പൗണ്ട് ആയിരിക്കും. അൺസ്റ്റേബിൾ ആവണമെങ്കിൽ ഡീലോക്കലൈസേഷൻ എനർജി 0 ആയിരിക്കും. അപ്പോൾ ഈ തരത്തിലും ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. കുറച്ച് സ്ട്രക്ചേഴ്സിൻ്റെ ഡീലോക്കലൈസേഷൻ എനർജി എന്താണെന്ന് നോക്കാം. എത്തിലീൻ 2 കാർബൺ സിസ്റ്റമാണ്. എത്തിലീൻ -2 ബീറ്റയാണ് ഡീലോക്കലൈസേഷൻ എനർജി. അപ്പോൾ ബെൻസീനിന് 2 ബീറ്റയാണ്, എത്തിലീന് -2 ബീറ്റ. അടുത്തത് 1,3 ബ്യൂട്ടാഡൈൻ. 1,3 ബ്യൂട്ടാഡൈൻ 0.48 ബീറ്റ. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. 1,3 ബ്യൂട്ടാഡൈൻ 0.48 ബീറ്റ ഡീലോക്കലൈസേഷൻ എനർജി. നെക്സ്റ്റ് വൺ അല്ലൈലിക് റാഡിക്കൽ, അല്ലൈലിക് കാറ്റയോൺ, അല്ലൈലിക് ആനയോൺ. ഇതൊരു കമ്പാരിസണിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അല്ലൈലിക് റാഡിക്കൽ, അല്ലൈലിക് ആനയോൺ, അല്ലൈലിക് കാറ്റയോൺ. ഇതിൽ ഏതാണ് മോസ്റ്റ് സ്റ്റേബിൾ, ലീസ്റ്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ? ഇനി അതും അല്ലെങ്കിൽ ഡീലോക്കലൈസേഷൻ എനർജിയുടെ ബേസിസിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടും ക്വസ്റ്റ്യൻ വരാം. ഇവിടെ അല്ലൈലിക് റാഡിക്കൽ ആണെങ്കിൽ 0.828 ബീറ്റയാണ്. അതുപോലെ തന്നെ അല്ലൈലിക് കാറ്റയോൺ 0.828 ബീറ്റ. അല്ലൈലിക് ആനയോണിനും ഡീലോക്കലൈസേഷൻ എനർജി 0.828 ബീറ്റയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് the three have same delocalization energy, therefore same stability. ഈ 3 എണ്ണത്തിനും ഒരേ ഡീലോക്കലൈസേഷൻ എനർജിയാണ്, അതുപോലെ സ്റ്റെബിലിറ്റിയും ഒരുപോലെയാണ്. അടുത്തത് സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ, സൈക്ലോപ്രൊപ്പീനൈൽ ആനയോൺ, സൈക്ലോപ്രൊപ്പീനൈൽ റാഡിക്കൽ. നേരത്തേതുപോലെയുള്ള ഒരു സെറ്റാണിത്. അപ്പോൾ ഇതിൽ ഡീലോക്കലൈസേഷൻ എനർജി കൂടുതൽ സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോണിന് 2 ബീറ്റയാണ്, ആനയോണിന് 0. അതുപോലെ തന്നെ റാഡിക്കലിന് വരുന്നത് ബീറ്റയാണ് ഡീലോക്കലൈസേഷൻ എനർജി, 2 ബീറ്റ 0 ബീറ്റ. അപ്പോൾ നമുക്കറിയാം ഡീലോക്കലൈസേഷൻ എനർജി ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സ്റ്റെബിലിറ്റിയിലും മാറ്റം ഉണ്ടായിരിക്കും. ഡീലോക്കലൈസേഷൻ എനർജി കൂടിയ സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോണിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. രണ്ടാമത് വരുന്നത് സൈക്ലോപ്രൊപ്പീനൈൽ റാഡിക്കലാണ്. ലാസ്റ്റ് വരുന്നത് സൈക്ലോപ്രൊപ്പീനൈൽ ആനയോൺ ആണ്. സൈക്ലോപ്രൊപ്പീനൈൽ ആനയോൺ ഡീലോക്കലൈസേഷൻ എനർജി 0 ആയതിനാൽ അൺസ്റ്റേബിൾ ആണ്. അടുത്തത് സൈക്ലോബ്യൂട്ടാഡൈൻ, ഡീലോക്കലൈസേഷൻ എനർജി 0, അൺസ്റ്റേബിൾ. 6th വൺ ബെൻസീൻ. ബെൻസീൻ ഡീലോക്കലൈസേഷൻ എനർജി 2 ബീറ്റയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പഠിച്ചതിൽ എത്തിലീൻ -2 ബീറ്റ, ബെൻസീൻ 2 ബീറ്റ, 1,3 ബ്യൂട്ടാഡൈൻ 0.48 ബീറ്റ, സൈക്ലോബ്യൂട്ടാഡൈൻ 0, സൈക്ലോപ്രൊപ്പീനൈൽ കാറ്റയോൺ, ആനയോൺ, റാഡിക്കൽ, അല്ലൈലിക് റാഡിക്കൽ, ആനയോൺ, കാറ്റയോൺ. ഈ വാല്യൂസ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, എക്സാമിന് ചോദ്യങ്ങൾ വരാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് അപ്പിയറിംഗ് കോമൺ ബോത്ത് ഇൻ ഇറ്റ്സ് IR ആൻഡ് രാമൻ സ്പെക്ട്ര ആർ. ദ നമ്പർ ഓഫ് ഫണ്ടമെൻ്റൽ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡയോക്സൈഡ് അപ്പിയറിംഗ് കോമൺ ബോത്ത് ഇൻ ഇറ്റ്സ് IR ആൻഡ് രാമൻ സ്പെക്ട്ര. അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെ ഏതൊക്കെ വൈബ്രേഷണൽ മോഡ്സ് ആണ് IR സ്പെക്ട്രത്തിലും രാമൻ സ്പെക്ട്രത്തിലും കോമൺ ആയിട്ട് വരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം IR സ്പെക്ട്രോസ്കോപ്പിയും അതുപോലെ രാമൻ സ്പെക്ട്രോസ്കോപ്പിയും കോംപ്ലിമെൻ്റ് ആണ് അല്ലേ. IRലുണ്ടെങ്കിൽ രാമനിലില്ല, രാമൻ സ്പെക്ട്രോസ്കോപ്പിയിലുണ്ടെങ്കിൽ IRലില്ല എന്നാണ് അതിൻ്റെ മീനിങ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ D ആണ്.
0 ആണ്. രണ്ടിലും കോമൺ ആയിട്ട്, രണ്ട് സ്പെക്ട്രോസ്കോപ്പിലും കോമൺ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് വൈബ്രേഷണൽ മോഡ്സ് ഒന്നും ഇല്ല. IR സ്പെക്ട്രോസ്കോപ്പിയും രാമൻ സ്പെക്ട്രോസ്കോപ്പിയും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. IR ആക്റ്റീവ് ആണ്. ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ആറ്റം IR ആക്റ്റീവ് ആവണമെങ്കിൽ ദർ ഷുഡ് ബി എ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്സ്. ഡൈപോൾ മൊമെൻറ്റിൽ മാറ്റം ഉണ്ടെങ്കിൽ മാത്രമേ അത് IR ആക്റ്റീവ് ആവുള്ളൂ. അതുപോലെ IR ഇനാക്റ്റീവ് ആവണമെങ്കിൽ നമുക്കറിയാം നോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ്സ് വരുമ്പോഴാണ് എന്ത് വരുന്നത്, IR ഇനാക്റ്റീവ് ആവുന്നത്. നോ ഡൈപോൾ മൊമെൻറ്റും IR ഇനാക്റ്റീവ് ആണ്. ഡൈപോൾ മൊമെൻറ്റ് 0 ആയിക്കഴിഞ്ഞാലും IR ഇനാക്റ്റീവ് ആണ്. IR ഇനാക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എക്സാമ്പിൾ തന്നിട്ട് IR ആക്റ്റീവ് ആണോ രാമൻ ആക്റ്റീവ് ആണോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. IR ഇനാക്റ്റീവ് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക് മോളിക്യൂൾസ്. ഹോമോന്യൂക്ലിയർ എന്ന് പറഞ്ഞാൽ ഒരേ തരം ആറ്റംസ് ഉള്ള കേസാണ് ഹോമോന്യൂക്ലിയർ. ഡയാറ്റോമിക് എന്ന് പറഞ്ഞാൽ അത് തന്നെ രണ്ടെണ്ണം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ ഇതെല്ലാം ഹോമോന്യൂക്ലിയർ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് ആണ്. ഈ കേസിലെല്ലാം ഡൈപോൾ മൊമെൻറ്റ് 0 ആണ്. ഡൈപോൾ മൊമെൻറ്റ് ഇല്ല. ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു മോളിക്യൂള് IR ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ IR ഇനാക്റ്റീവ് ആവുന്ന കേസ് ഹോമോന്യൂക്ലിയർ ഡൈ ആറ്റോമിക് മോളിക്യൂൾസ് ആവണം. അപ്പോൾ IR ആക്റ്റീവ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. IR ഇനാക്റ്റീവ് ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക്സ് ആണ്. അപ്പോൾ ഹെറ്റിറോ ന്യൂക്ലിയർ ഡയറ്റോമിക്സ് ആണ് ഇത് വരിക, IR ആക്റ്റീവ് വരിക. ഹോമോയുടെ ഓപ്പോസിറ്റാണ് ഹെറ്റിറോ. ഹോമോന്യൂക്ലിയർ ഡയറ്റോമിക്സ് IR ആക്റ്റീവ് ആണ്. ഹെറ്റിറോ ന്യൂക്ലിയർ ഡയറ്റോമിക്സ് IR ഇനാക്റ്റീവ് ആണ്. അതിൽ വരുന്ന എക്സാമ്പിളുകൾ, ഹെറ്റിറോ എന്ന് പറഞ്ഞ ഡിഫറെൻ്റ് ആറ്റാണ്. HCl, NOCO ഇതെല്ലാം IR ആക്റ്റീവ് ആണ്. അതിനുള്ള റീസൺ നമുക്കറിയാം. ഡൈപോൾ മൊമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് IR ആക്റ്റീവ് ആവുന്നുള്ളൂ. ഡൈപോൾ മൊമെൻറ്റ് 0 ആയിക്കഴിഞ്ഞാൽ IR ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചു വെക്കുക. തരുന്ന എക്സാമ്പിളുകൾ ആ രീതിയിൽ കൈകാര്യം ചെയ്യാം. ഇനി നമുക്ക് രാമൻ ആക്റ്റീവ്, രാമൻ ഇനാക്റ്റീവ് കേസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. രാമൻ ആക്റ്റീവ് ആവണമെങ്കിൽ there should be a change in polarizability or change in bond length. ബോണ്ട് ലെങ്ത്തിൽ മാറ്റം വരികയാണ് വേണ്ടത്. ബോണ്ട് ലെങ്ത്തിൽ മാറ്റം വരണമെങ്കിൽ പോളറൈസബിലിറ്റിയിൽ ചേഞ്ച് വരണം. ഒന്നുകിൽ പോളറൈസബിലിറ്റി ചേഞ്ച് വരണം, അല്ലെങ്കിൽ ബോണ്ട് ലെങ്ത്ത് ചേഞ്ച് വന്നാൽ ആ മോളിക്യൂൾസ് രാമൻ ആക്റ്റീവ് ആയിരിക്കും. ഇനി ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഏത് വൈബ്രേഷണൽ മോഡ്സ് ആണോ ബോണ്ട് ലെങ്ത്തിൽ ചേഞ്ച് വരുത്തുന്നത് അല്ലെങ്കിൽ പോളറൈസബിലിറ്റിയിൽ മാറ്റം വരുത്തുന്നത്, ആ വൈബ്രേഷണൽ മോഡ്സ് എല്ലാം രാമൻ ആക്റ്റീവ് ആയിരിക്കും. രാമൻ ആക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷണൽ മോഡ്സ് എല്ലാം IR ഇനാക്റ്റീവ് ആയിരിക്കും. രണ്ടും ഓപ്പോസിറ്റ് ആണ്. IR ആക്റ്റീവ് ആയാൽ രാമൻ ഇനാക്റ്റീവ് ആണ്. IR ഇനാക്റ്റീവ് ആയാൽ രാമൻ ആക്റ്റീവ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് ലീനിയർ മോളിക്യൂൾസ് ആണ്. ആകെ 4 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടതാണ്. ലീനിയർ മോളിക്യൂൾസിലെ ടോട്ടൽ നമ്പർ ഓഫ് വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 3n-5 ആണ്. N എന്ന് പറയുന്ന നമ്പർ ഓഫ് ആറ്റംസ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ 3 ആറ്റംസ് ഉണ്ട്. 3 × 3 - 5 4 എന്ന് കിട്ടും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ 4 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. ഈ 4 വൈബ്രേഷൻസ് ഏതൊക്കെ തരത്തിലാണെന്ന് നോക്കാം. 2 ബെൻഡിങ് മോഷൻ ഉണ്ട്. അതുപോലെ ഒരു അസിമെട്രിക് സ്ട്രെച്ച് ആണുള്ളത്, ഒരു സിമെട്രിക് സ്ട്രെച്ച് ആണുള്ളത്. അതും പഠിച്ചു വെക്കണം. കാർബൺ ഡൈ ഓക്സൈഡിലെ 4 വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിൽ 2 ബെൻഡിങ് മോഷൻ ആണ്, 1 അസിമെട്രിക് സ്ട്രെച്ച് ആണ്, ബാക്കിയുള്ള 1 സിമെട്രിക് സ്ട്രെച്ച് ആണ്. ഇനി ഇതിലേതൊക്കെയാണ് IR ആക്റ്റീവ്, ഏതൊക്കെയാണ് രാമൻ ആക്റ്റീവ് എന്ന് നോക്കണം. അത് നമ്മൾ മുന്നേ പറഞ്ഞ കണ്ടീഷൻസ് പ്രകാരം ഡൈപോൾ മൊമെൻ്റ് ഉണ്ടോ, അല്ലെങ്കിൽ പോളറൈസബിലിറ്റി ബോണ്ട് ലെങ്ത് ചേഞ്ച് ചെയ്യുന്ന വൈബ്രേഷൻ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് IR ആക്റ്റീവ് ആണോ രാമൻ ഇനാക്റ്റീവ് ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കലായിരിക്കും എളുപ്പം, കൺഫ്യൂഷൻ വരും. അപ്പോൾ അതിന് IR ആക്റ്റീവ് മോഡ്സ് എന്ന് പറയുന്നത് 2 ബെൻഡിങ് മോഷനും 1 അസിമെട്രിക് സ്ട്രെച്ചുമാണ്.
IR ആക്റ്റീവ് കാർബൺ ഡൈ ഓക്സൈഡിലെ IR ആക്റ്റീവ് വൈബ്രേഷണൽ മോഡ്സ് ഏതൊക്കെയാണെന്നും ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അതിൽ വരുന്നത് 2 ബെൻഡിങ് മോഷനും ഒരു അസിമെട്രിക് സ്ട്രെച്ചും IR ആക്റ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും IR ആക്റ്റീവ് ആയിട്ടുള്ള ഈ 2 വൈബ്രേഷണൽ മോഡ്സും രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ വൈബ്രേഷണൽ മോഡ്സ് ആയിട്ടുള്ള സിമെട്രിക് സ്ട്രെച്ച് IR ഇനാക്റ്റീവ് ആണ്. അതുമാത്രമേ രാമൻ ആക്റ്റീവ് ആയിട്ടുള്ള വൈബ്രേഷനായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ രാമൻ ആക്റ്റീവ് മാത്രം പഠിച്ചു വെക്കുകയായിരിക്കും ഒന്നുകിൽ എളുപ്പം. സിമെട്രിക് സ്ട്രെച്ച് കാർബൺ ഡൈ ഓക്സൈഡിലെ സിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ എന്ന് പറയുന്നത് രാമൻ ആക്റ്റീവ് ആണ്. ബാക്കിയുള്ള 2 IR ആക്റ്റീവ്. IR ആക്റ്റീവ് വൈബ്രേഷണൽ മോഡ്സ് 2 ബെൻഡിങ് ആൻഡ് 1 അസിമെട്രിക് സ്ട്രെച്ച് ആണ് IR ആക്റ്റീവ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി IR ആക്റ്റീവ് മോഡ്സ് രാമൻ ഇനാക്റ്റീവ് ആണ് അല്ലേ. അപ്പോൾ രണ്ടിലും കോമൺ ആയിട്ട് കാർബൺ ഡൈ ഓക്സൈഡിന് വൈബ്രേഷണൽ മോഡ്സ് വരുന്നുണ്ടോ? ഇല്ല, 0 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് HNMR സിഗ്നൽസ് ദാറ്റ് വുഡ് അപ്പിയർ ഇൻ ദ സ്പെക്ട്രം ഓഫ് CH3 CH ഡബിൾ ബോണ്ട് CH2 ഈസ്. അതായത് CH3 CH ഡബിൾ ബോണ്ട് CH2 എന്ന മോളിക്യൂളിലെ എത്ര HNMR സിഗ്നൽസ് ഉണ്ട്? ആൻസർ വരുന്നത് 4 ആണ്. 4 HNMR സിഗ്നൽസ് ആണ് തന്ന മോളിക്യൂളിലുള്ളത്. എങ്ങനെയാണ് HNMR സിഗ്നൽസ് കൗണ്ട് ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് എക്സാമ്പിളുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്ന മോളിക്യൂളെ HNMR ആണെങ്കിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് കെമിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കെമിക്കൽ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എത്ര ഹൈഡ്രജൻസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. അത്രയും സിഗ്നൽസ് ആയിരിക്കും HNMR സിഗ്നൽസ് ആയിട്ട് ഉണ്ടാവുന്നത്. കെമിക്കലി ഡിഫറെൻ്റ് ആണോ അല്ലെങ്കിൽ ഐഡൻറ്റിക്കൽ ആണോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തേത് CH4. CH4ൽ ഹൈഡ്രജൻസ് ഐഡൻറ്റിക്കൽ കെമിക്കൽ എൻവയോൺമെൻറ്റിലുള്ളതാണ്. ഇക്വലൻ്റ് പ്രോട്ടോൺസ് ആണ് 4 എണ്ണവും. അപ്പോൾ ആ 4 പ്രോട്ടോൺസിനെ നമുക്ക് A ടൈപ്പ് എന്ന് കണക്കാക്കിയാൽ ഒരു ടൈപ്പ് പ്രോട്ടോണേ ഉള്ളൂ. അതിനാൽ നമ്പർ ഓഫ് HNMR സിഗ്നൽസ് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. രണ്ടാമത്തേത് CH3 CH2 CO CH2 CH3. ഇവിടെ 4 കാർബൺസിലും ഹൈഡ്രജൻസ് ഉണ്ട്. നടുവിലൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു എൻഡിൽ നിന്ന് പ്രോട്ടോൺസിൻ്റെ നോക്കുകയാണെങ്കിൽ COയുടെ തൊട്ടടുത്ത് അപ്പുറവും ഇപ്പുറവും ഉള്ള കാർബൺസിലെ ഹൈഡ്രജൻസ് ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. കാരണം ആ ഹൈഡ്രജൻസിൻ്റെ മുന്നിൽ CO ഫങ്ഷണൽ ഗ്രൂപ്പാണ് രണ്ടിലും വരുന്നത്. ആ ഹൈഡ്രജൻസിന് ശേഷം രണ്ട് ഹൈഡ്രജൻസിൻ്റെ കേസിലും 2 ഗ്രൂപ്പ് ഹൈഡ്രജൻസിൻ്റെ കേസിൽ അതിന് ശേഷം CH3 ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ CO കഴിഞ്ഞുള്ള 2 കാർബണിലെയും ഹൈഡ്രജൻസ് ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്, ഒരേ ടൈപ്പാണെന്ന് പറയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാർബണിലെ ഹൈഡ്രജൻസ് CH3യിലെ H3 ഹൈഡ്രജൻസ് 3 വീതം 2 സൈഡിലുണ്ട്. അതും ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണുള്ളത്. അപ്പോൾ ഇതിലാകെ 2 ടൈപ്പ് പ്രോട്ടോൺസ് ആണുള്ളത്. അതുകൊണ്ട് നമ്പർ ഓഫ് HNMR സിഗ്നൽസ് ഈസ് ഈക്വൽ ടു 2. അടുത്തത് CH3 ട്വൈസ് CHCO CH3. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ CO ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള ഹൈഡ്രജൻസ് ഐഡൻറ്റിക്കൽ അല്ല. കാരണം ലെഫ്റ്റ് സൈഡിലുള്ളതിൽ ഒരു ഹൈഡ്രജനേ ഉള്ളൂ, റൈറ്റ് സൈഡിലുള്ള കാർബണിൽ 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹൈഡ്രജൻസിൻ്റെ കെമിക്കൽ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഒരെണ്ണേ ഉള്ളൂ, ഇപ്പുറത്ത് 3 എണ്ണം. അപ്പോൾ 2 ടൈപ്പ് ഹൈഡ്രജൻസ് ആണത്. അത് കഴിഞ്ഞിട്ടുള്ള CH3 ട്വൈസിലെ 2 CH3യിലുമുള്ള ഹൈഡ്രജൻസ് ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. അത് ഒരേ ടൈപ്പ് പ്രോട്ടോൺസ് ആണ്. ഇപ്പോൾ നമുക്ക് എണ്ണിയപ്പോൾ 3 ടൈപ്പ് പ്രോട്ടോൺസ് കിട്ടി. അതുകൊണ്ട് നമ്പർ ഓഫ് HNMR സിഗ്നൽ ഇൻ ദീസ് കേസ് ഈസ് ഈക്വൽ ടു 3. അടുത്തത് നോക്കാം. CH3 CH2 CO OCH2 CH3. ഇനി ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് കെമിക്കൽ എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ച് ABCD എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിൽ ആദ്യത്തെ CH3യിലെ ഹൈഡ്രജൻസ് 3 ഹൈഡ്രജനും ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റ് ഒരു ഗ്രൂപ്പ്. OCH2യിലെ 2 ഹൈഡ്രജൻസും ഒരേ ഗ്രൂപ്പിലുള്ള ഹൈഡ്രജൻസ്, അത് B പ്രോട്ടോൺസ് ആയിട്ട് കണക്കാക്കാം. പിന്നെയുള്ളത് COക്ക് ശേഷമുള്ള CH2.
അത് കെമിക്കലി ഡിഫറെൻ്റ് ആണ്, എൻവയോൺമെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ആണ്. അത് സി ടൈപ്പ്. അടുത്തത് CH3 എഗെയിൻ ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്, അതുകൊണ്ട് ഡി ടൈപ്പ് പ്രോട്ടോൺസ് ആണ്. ഇവിടെ 4 ടൈപ്പ് പ്രോട്ടോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമ്പർ ഓഫ് HNMR സിഗ്നൽസ് ഈക്വൽ ടു 4. നെക്സ്റ്റ് CH2 ഡബിൾ ബോണ്ട് CH2, 2 പ്രോട്ടോൺസ് 2 കാർബണിലുള്ള ഡബിൾ ബോണ്ടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള 2 കാർബണിലെയും പ്രോട്ടോൺസ് സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്, ഐഡൻറ്റിക്കൽ പ്രോട്ടോൺസ് ആണ്. അതുകൊണ്ട് ഒരു സെറ്റ് പ്രോട്ടോൺസേ ഉള്ളൂ. നമ്പർ ഓഫ് HNMR സിഗ്നൽ ഈസ് ഈക്വൽ ടു 1. അടുത്തത് CH3 CH2 CH3. നമുക്കറിയാം സെൻറ്ററിലെ കാർബണിലെ 2 ഹൈഡ്രജൻസ് ഒരു ഗ്രൂപ്പ് ഒരു എൻവയോൺമെൻറ്റിലുള്ളത്, അപ്പുറം ഇപ്പുറം ഉള്ളത് സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റിലാണ്. അതിൻ്റെ സെൻറ്ററിൽ CH2 ആണ് രണ്ടിനും വരുന്നത്. അതുകൊണ്ട് 2 ടൈപ്പ് പ്രോട്ടോൺസ് ആണ് ഇവിടെ ഉള്ളത്. നമ്പർ ഓഫ് HNMR സിഗ്നൽ ഈസ് ഈക്വൽ ടു 2. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. CH3 CH ഡബിൾ ബോണ്ട് CH2. അപ്പോൾ ഇതിന് നമ്മൾ സ്ട്രക്ചർ എഴുതുകയാണെങ്കിൽ തൊട്ട് താഴെയുള്ളതായിരിക്കും വരിക. ഡബിൾ ബോണ്ടഡ് കാർബൺ 2 സൈഡിലുമായിട്ട് CH3 H വരും. ഇനി അതിൽ A എന്ന് മാർക്ക് ചെയ്തത് CH3 കാർബണിലെ ഹൈഡ്രജൻ ആണ്, ഒരു കെമിക്കൽ എൻവയോൺമെൻറ്റിലാണുള്ളത്. തൊട്ട് താഴെയുള്ള ഹൈഡ്രജൻ കെമിക്കലി ഡിഫറെൻ്റ് ആണ് മറ്റ് 2 ഹൈഡ്രജനെ അപേക്ഷിച്ച്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ 4 ടൈപ്പ് പ്രോട്ടോൺസ് വരും. നമ്പർ ഓഫ് HNMR സിഗ്നൽ ഈസ് ഈക്വൽ ടു 4. ആൻസർ 4. അപ്പോൾ HNMR സിഗ്നലാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്ന് കാണണമെങ്കിൽ എത്ര ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ടെന്ന് നോക്കണം. എത്ര ടൈപ്പ് പ്രോട്ടോൺസ് ഉണ്ട് എന്നുള്ളത് അതിൻ്റെ കെമിക്കൽ എൻവയോൺമെൻറ്റ് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ കെമിക്കൽ എൻവയോൺമെൻറ്റ് ഒരുപോലെയാണോ വ്യത്യാസമുണ്ടോ എന്നറിയണമെങ്കിൽ നമ്മളെടുക്കുന്ന പ്രോട്ടോണിൻ്റെ ചുറ്റുമുള്ള ആറ്റംസ് എല്ലാത്തിലും ഒരുപോലെ ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പുറം ഇപ്പുറമുള്ള കാർബണിലെ ഹൈഡ്രജൻസിൻ്റെ എണ്ണം വ്യത്യാസം വന്നാലും അതിന് ചുറ്റുമുള്ള മറ്റ് ആറ്റംസ് ഡിഫറെൻ്റ് ആയാലും ആ പ്രോട്ടോൺ കെമിക്കലി ഡിഫറെൻ്റ് എൻവയോൺമെൻറ്റിലുള്ളതാണ്. അങ്ങനെയുള്ള കേസിൽ അതൊരു ഒരു ടൈപ്പ് പ്രോട്ടോണായിട്ട് നമ്മൾ അംഗീകരിക്കണം. അല്ല സെയിം കെമിക്കൽ എൻവയോൺമെൻറ്റിലാണെങ്കിൽ ആ പ്രോട്ടോൺസ് എല്ലാം ഒറ്റ സെറ്റാണ്. അതിനനുസരിച്ച് കിട്ടുന്ന എണ്ണത്തിനനുസരിച്ചായിരിക്കും നമ്പർ ഓഫ് HNMR സിഗ്നൽസ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഇഫ് എ പ്ലെയിൻ മേക്സ് ആൻ ഇൻ്റർസെപ്റ്റ് A and OX, any goes parallel to OY and OZ, its Miller indices are. ഇത് മില്ലർ ഇൻഡീസസ് ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻ ആണ്, സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മില്ലർ ഇൻഡീസസ് എഴുതാൻ നമുക്കറിയാം. കോർഡിനേറ്റ്സ് തന്നാൽ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, സിംപ്ലിഫൈ ചെയ്തിട്ട് വേണം എഴുതാൻ. പക്ഷേ ഇവിടെ കോർഡിനേറ്റ്സ് തന്നിട്ടില്ല, അത് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് മില്ലർ ഇൻഡീസസ് എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ഇതിൽ തന്നിട്ടുണ്ട്, അതായത് പാരലലായിട്ട് പോകുന്നതാണ് അല്ലേ. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഒരു പ്ലെയിന് ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലൽ ആണെന്ന് പറഞ്ഞാൽ ആ ആക്സിസിലുള്ള കോർഡിനേറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഏതാണോ ഇൻ്റർസെപ്റ്റ്, ഏതാണോ പ്ലെയിന്, ആ പ്ലെയിന് മറ്റൊരു ആക്സിസിന് പാരലൽ ആണെങ്കിൽ, പാരലൽ എന്ന വേർഡിൻ്റെ അർത്ഥം കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. എ പ്ലെയിൻ പാരലൽ ടു എക്സ് ആക്സിസ് ആസ് വെൽ ആസ് വൈ ആക്സിസ്, അതായത് ഒരു പ്ലെയിന് എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഒരുപോലെ പാരലലായി കഴിഞ്ഞാൽ ആ എക്സിൻ്റെയും വൈയുടെയും സ്ഥാനത്ത് 0 ആണ് വരിക. അപ്പോൾ നമുക്ക് ഏത് പ്ലെയിൻ ആയിരിക്കും എക്സിനും വൈക്കും പാരലൽ ആവാമെന്ന് ഊഹിക്കാം, സെഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ സെഡിന് മാത്രമേ വാല്യൂ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 0 0 1 ആയിരിക്കും. ഇനി ഈ കോർഡിനേറ്റ്സിനെ നമ്മൾ മില്ലർ ഇൻഡീസസിലേക്ക് മാറ്റണമെങ്കിൽ കിട്ടിയ വാല്യൂസിൻ്റെ റെസിപ്രോക്കൽ എടുത്ത ശേഷം അതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ 0 0 1 ആയത് കാരണം റെസിപ്രോക്കൽ എടുത്താലും ഇല്ലെങ്കിലും ഒരേ ആൻസറാണ് വരുന്നത്. 0 0 1 ആണ് മില്ലർ ഇൻഡീസസിൽ വരുന്നത്. നെക്സ്റ്റ്, എ പ്ലെയിൻ പാരലൽ ടു വൈ ആക്സിസ് ആസ് വെൽ ആസ് സെഡ് ആക്സിസ്. ഒരു പ്ലെയിന് വൈക്കും സെഡിനും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏത് പ്ലെയിൻ ആയിരിക്കും? എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ എക്സിൽ മാത്രമേ വാല്യൂ ഉള്ളൂ. നമുക്കറിയാം കോർഡിനേറ്റ്സ് എഴുതുന്നത് എക്സ് വൈ സെഡ് എന്ന ഓർഡറിലാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 0 0. എ പ്ലെയിൻ പാരലൽ ടു എക്സ് ആക്സിസ് ആസ് വെൽ ആസ് സെഡ് ആക്സിസ്. എക്സിനും സെഡിനും ഒരു പ്ലെയിനും പാരലലാണ്. അപ്പോൾ
എക്സിനും സെഡിനും പാരലൽ ആയിട്ടുള്ള പ്ലെയിൻ ഏതായിരിക്കും? വൈ ആയിരിക്കും. അപ്പോൾ വൈയിൽ മാത്രമേ വാല്യൂ ഉണ്ടാവൂ. പാരലൽ ആയിട്ടുള്ള പ്ലെയിൻസൊക്കെ ആക്സിസ് എല്ലാം 0 കോർഡിനേറ്റ്സ് ആയിരിക്കും. അപ്പോൾ 0 1 0 എന്നാണ് കിട്ടുക. ഇതിൻ്റെ മില്ലർ ഇൻഡീസസ് സെയിം ആണ്. വാല്യൂ 0യും 1 ആയതുകൊണ്ടാണ് മില്ലർ ഇൻഡീസസിൽ ചേഞ്ച് ഇല്ലാത്തത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ OX OYക്കും OZനും പാരലൽ എന്നായിരുന്നു. അപ്പോൾ 1 0 0 ആയിരിക്കും മില്ലർ ഇൻഡീസസ് വരുന്നത്. നെക്സ്റ്റ് വൺ, വിച്ച് വൺ പെയർ ബിലോങ്സ് ടു അബേലിയൻ ഗ്രൂപ്പ്? വിച്ച് വൺ പെയർ ബിലോങ്സ് ടു അബേലിയൻ ഗ്രൂപ്പ്? അബേലിയൻ ആണോ നോൺ അബേലിയൻ ആണോ എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പോയിന്റ് ഗ്രൂപ്പ്സ് ആണ് ഓപ്ഷൻസിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അബേലിയനും നോൺ അബേലിയനും കൃത്യമായിട്ട് ഏതൊക്കെ പോയിന്റ് ഗ്രൂപ്പ്സിനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ഇവിടുത്തെ ആൻസർ വരുന്നത് C2Vയും C4ഉം ആണ് അബേലിയൻ ഗ്രൂപ്പ്സ്. C2V പോയിന്റ് ഗ്രൂപ്പും C4 പോയിന്റ് ഗ്രൂപ്പ്സും അബേലിയൻ ആണ്. ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അബേലിയൻ പോയിന്റ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ദ ഗ്രൂപ്പ്സ് ഇൻ വിച്ച് ഓൾ എലമെൻറ്റ്സ് ആർ കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. ദ ഗ്രൂപ്പ്സ് ഇൻ വിച്ച് ഓൾ എലമെൻറ്റ്സ് ആർ കമ്മ്യൂട്ട് വിത്ത് ഈച്ച് അതർ. അതായത് ആ പോയിന്റ് ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റ്സും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ AB = BA എന്ന് വരുന്നുണ്ടെങ്കിൽ അത് അബേലിയൻ പോയിന്റ് ഗ്രൂപ്പ്സ് ആണ്. ഇനി ഇങ്ങനെയുള്ള പോയിന്റ് ഗ്രൂപ്പ്സിൻ്റെ ഒരു പ്രത്യേകത ഓർഡറും ക്ലാസ്സും ഈക്വൽ ആയിരിക്കും. ഓർഡർ ഈസ് ഈക്വൽ ടു ക്ലാസ്. എക്സാമിന് നമുക്ക് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരു പോയിന്റ് ഗ്രൂപ്പ് തന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം അതിന് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. CN SN CNH C2V D2 D2H ഇത്രയും പോയിന്റ് ഗ്രൂപ്പ്സ് അബേലിയൻ പോയിന്റ് ഗ്രൂപ്പ്സ് ആണ്. CN SN CNH C2V D2 D2H. അപ്പോൾ ഇതിൽ CN എന്ന് പറഞ്ഞാൽ C3 C2 C4 C5 ഏതും വരും. SN എന്ന് പറഞ്ഞാൽ S2 S3 S4 ഏതും വരും. CNH എന്ന് പറഞ്ഞാൽ C2H C3H എല്ലാം വരും. C2V മാത്രമേ വരുന്നുള്ളൂ. C2Vയെ CNV എന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ D2 മാത്രമേ ഉള്ളൂ, DN അല്ല. D2H പോയിന്റ് ഗ്രൂപ്പ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഈ ഒരു ഓർഡർ കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. അടുത്തത് നോൺ അബേലിയൻ പോയിന്റ് ഗ്രൂപ്പ്സിൻ്റെ പ്രത്യേകത നോക്കാം. നമ്മൾ അബേലിയൻ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. All elements are not commute with each other, that is AB not equal to BA, and here order not equal to class. Order equal to class abelian group, order not equal to class non abelian group. ഇതിൽ വരുന്ന പോയിന്റ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. CNVയിൽ N എന്ന് പറയുന്നത് നമ്പറാണ്. N എപ്പോഴും 2ലും കൂടുതലാണ്. N 2 ആണെങ്കിൽ അത് C2V ആണ്. C2V നമ്മൾ അബേലിയൻ എന്നാണ് പറഞ്ഞ്. അപ്പോൾ 2 ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം N വാല്യൂ 2നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള എല്ലാ CNV പോയിന്റ് ഗ്രൂപ്പ്സും നോൺ അബേലിയൻ ആണ്. അതുപോലെ DN N ഗ്രേറ്റർ ദാൻ 2. DNലെ N 2 ആയാൽ അത് D2 ആണ്, അത് അബേലിയൻ ആണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞു. അപ്പോൾ 2 അല്ലാത്ത അതിനേക്കാൾ കൂടിയ N വാല്യൂ ഉള്ള എല്ലാ DN പോയിന്റ് ഗ്രൂപ്പ്സും നോൺ അബേലിയൻ ആണ്. അടുത്തത് DNH വേർ N ഗ്രേറ്റർ ദാൻ 2. നേരത്തെ പറഞ്ഞ പോലെ D2H അബേലിയൻ ആണെന്ന് പറഞ്ഞു. പക്ഷേ D2H ഒഴികെ ബാക്കിയുള്ള എല്ലാ DNH N ഗ്രേറ്റർ ദാൻ 2ഉം നോൺ അബേലിയൻ ആണ്. DNDയിലെ എല്ലാ N വാല്യൂസും വരും. D2D D3D ഒക്കെ വരും. അതുപോലെ ടെട്രാഹെഡ്രൽ TD, ഒക്ടാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് OH, ഇക്കോസാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് IH ഇതെല്ലാം നോൺ അബേലിയൻ ആണ്. CNV DN DNH വേർ N വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആർ നോൺ അബേലിയൻ. Where N value 2 are the point groups with N value 2 are abelian. Next question, for an ideal binary mixture. താഴെ തന്നിട്ടുള്ളതിൽ ഐഡിയൽ ബൈനറി മിക്സ്ചറിന് ബാധകമായിട്ടുള്ളത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ V മിക്സ്, ഡെൽറ്റ H മിക്സ്, ഡെൽറ്റ S മിക്സ്, ഡെൽറ്റ G മിക്സ്. ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇതിലെ ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്. ഡെൽറ്റ V മിക്സ് ഈക്വൽ ടു 0, ഡെൽറ്റ H മിക്സ് ഈക്വൽ ടു 0, ഡെൽറ്റ S മിക്സ് ഈക്വൽ ടു പോസിറ്റീവ്, ഡെൽറ്റ G മിക്സ് ഈക്വൽ ടു നെഗറ്റീവ്.
ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഡെൽറ്റ വി മിക്സ് ഡെൽറ്റ എച്ച് മിക്സ് 0, ഡെൽറ്റ എസ് മിക്സ് പോസിറ്റീവ്, ഡെൽറ്റ ജി മിക്സ് നെഗറ്റീവ് ഫോർ ആൻ ഐഡിയൽ ബൈനറി മിക്സ്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 ടു ലിസ്റ്റ് 2. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1ൽ കുറച്ച് റിലേഷൻ കൊടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടത് ലിസ്റ്റ് 2ൽ നിന്ന് കണ്ടെത്തണം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, A2, B3, C1, D4. തെർമോഡൈനാമിക്സിൽ നിന്ന് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഷുവറാണ്. അപ്പോൾ നമ്മൾ ആദ്യം തെർമോഡൈനാമിക്സിലെ 4 മാസ്റ്റർ ഇക്വേഷൻ കൃത്യമായിട്ട് ബൈഹാർട്ട് ചെയ്ത് മനസ്സിലാക്കി വെക്കണം. ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരു ഇക്വേഷൻ പഠിച്ചാൽ ബാക്കി 4 എങ്ങനെ എത്താം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ആദ്യത്തേത് ഡി ജിയെ നമുക്ക് ഡോ ജി എന്നും പറയാം. ഡി ജി ഈക്വൽ ടു -SDT + VdP. ഇത് മാത്രം പഠിച്ചാൽ ബാക്കി 3 ഇക്വേഷൻസ് നമുക്ക് ഇതിൽ നിന്ന് കണ്ടെത്താം. ഡി ജി ഈക്വൽ ടു -SDT + VdP. ഇനി അടുത്തത് എ ആണ്. DA ഈസ് ഈക്വൽ ടു -SDT. നേരത്തേതിൽ മാറ്റമൊന്നുമില്ല. ആദ്യം എഴുതിയ +VdP നമ്മൾ തിരിച്ചെഴുതണം PdV. അപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് അവിടെ ഒരു നെഗറ്റീവ് സൈന് വരും. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും DA ഈസ് ഈക്വൽ ടു -SDT - PdV. ഈ 2 ഇക്വേഷൻ്റെയും ആദ്യത്തെ പാർട്ട് -SDTയിൽ വ്യത്യാസമല്ല, +PdVയെ രണ്ടാമത് തിരിച്ചെഴുതണം. അത് -VdP എന്ന +VdPയെ നമുക്ക് തിരിച്ചെഴുതിയാൽ -PdV എന്നാവും. തേർഡ് ഇക്വേഷൻ DH ഈസ് ഈക്വൽ ടു TdS + VdP. ഫസ്റ്റ് ഇക്വേഷനിലെ ഫസ്റ്റ് പാർട്ട് നമ്മൾ തിരിച്ചെഴുതണം. -SDTയെ തിരിച്ചെഴുതുമ്പോൾ TdS ആവും, മൈനസ് പ്ലസ് ആവും. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ. DH ഈസ് ഈക്വൽ ടു TdS + VdP. ലാസ്റ്റ് ഇക്വേഷൻ DU ഈസ് ഈക്വൽ ടു ആദ്യത്തെ ഇക്വേഷനിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ഇക്വേഷനിലെ ഫസ്റ്റ് പാർട്ട് അതുപോലെ നിലനിർത്തുക. രണ്ടാമത്തെ പാർട്ട് VdP തിരിച്ചെഴുതിയാൽ -PdV. DU ഈസ് ഈക്വൽ ടു TdS - PdV. അപ്പോൾ ഈ 4 ഇക്വേഷൻസ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ ആദ്യം G, അടുത്തത് A, അടുത്തത് H, U എന്ന ക്രമം ഓർത്തിരിക്കുക. എന്നിട്ട് ആദ്യത്തെ ഇക്വേഷൻ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. അതിൻ്റെ സെക്കൻഡ് പാർട്ട് മാറ്റിക്കഴിഞ്ഞ് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടും. മൂന്നാമത്തെ ഇക്വേഷൻ കിട്ടാൻ ആദ്യത്തെ ഇക്വേഷൻ്റെ ഫസ്റ്റ് പാർട്ട് മാറ്റി എഴുതുക. നാലാമത്തെ ഇക്വേഷൻ എഴുതാൻ അതേ ഇക്വേഷൻ്റെ രണ്ടാമത്തെ പാർട്ട് മാറ്റി എഴുതുക. നമ്മളിപ്പോൾ പഠിച്ച 4 ഇക്വേഷൻസിൽ നിന്നുമാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ റിലേഷൻ കിട്ടുന്നത്. ആദ്യത്തേത് DG ഈസ് ഈക്വൽ ടു -SDT + VdP. ഇനി ഇതിനെ DG/dP ആണ് എഴുതുന്നതെങ്കിൽ അടുത്ത ടേം -SDTയിലെ DT ടെമ്പറേച്ചർ ആയിരിക്കും പുറത്ത് നിൽക്കുന്നത്. DG/dP അറ്റ് കോൺസ്റ്റൻറ്റ് T ഈസ് ഈക്വൽ ടു, ഇനി ഈക്വൽ ടു പറഞ്ഞ് എഴുതുമ്പോൾ ഏതാണോ അതിൻ്റെ ഛേദമായിട്ട് വന്നത് അവിടെയുള്ള ടേം ആയിരിക്കും നമുക്ക് ആൻസറായിട്ട് കിട്ടുക. അപ്പോൾ ഡിനോമിനേറ്റർ DP ആണ് അല്ലേ. അപ്പോൾ DPയുടെ കൂടെയുള്ള ടേം V ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക V. DG/dP അറ്റ് കോൺസ്റ്റൻറ്റ് T ഈസ് ഈക്വൽ ടു V. ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. അപ്പോൾ D എന്ന ടേമിനെ നമുക്ക് ഡോ എന്നും വായിക്കാം. DG/dP അറ്റ് കോൺസ്റ്റൻറ്റ് T ഈസ് ഈക്വൽ ടു V. അപ്പോൾ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ കൂടെയുള്ള ടേം ആയിരിക്കും ആൻസർ വരുന്നത്. ഇതേ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഒരു റിലേഷൻ കൂടി കിട്ടും. DG/dT അറ്റ് കോൺസ്റ്റൻറ്റ് P, അടുത്ത ടേമിലെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കേണ്ടത്, ഈക്വൽ ടു ആൻസർ എന്തായിരിക്കും വരിക? DTയുടെ കൂടെയുള്ള DT ആണ് ഇവിടെ ഡിനോമിനേറ്റർ. അപ്പോൾ DTയുടെ കൂടെയുള്ള ടേം ആയിരിക്കും ആൻസർ -S. അപ്പോൾ ഈ രീതിയിൽ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 മാസ്റ്റർ ഇക്വേഷനിൽ നിന്നും നമുക്ക് ഈ രീതിയിൽ റിലേഷൻ എഴുതി വെക്കാൻ പറ്റും. ഇതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ആകെ ആ 4 മാസ്റ്റർ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. അത് പഠിക്കാനും നമ്മൾ മുന്നേ പറഞ്ഞ രീതി ഉപയോഗിച്ചാൽ മതി. അതിൽ നിന്ന് എങ്ങനെ ഈ റിലേഷനിലേക്ക് എത്തുന്നു എന്നുള്ളതൊന്ന് എഴുതി നോക്കി വെച്ചാൽ മതി, ബൈഹാർട്ട് ചെയ്യേണ്ടതില്ല. അടുത്തത് DA ഈസ് ഈക്വൽ ടു -SDT - PdV. നേരത്തെ പറഞ്ഞ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് 2 റിലേഷൻ കിട്ടും. DA/dT അറ്റ് കോൺസ്റ്റൻറ്റ് V ഈസ് ഈക്വൽ ടു, DTയുടെ കൂടെയുള്ള ആളാണ് ആൻസർ -S. അടുത്തത് DA/dV അറ്റ് കോൺസ്റ്റൻറ്റ് T ഈസ് ഈക്വൽ ടു, DV ആണ് ഡിനോമിനേറ്റർ, ആൻസർ വരുന്നത് -P. നെക്സ്റ്റ് വൺ, DH ഈസ് ഈക്വൽ ടു TdS + VdP. DH/dS is at constant P equal to T. DH/dP at constant S equal to V. Last one, DU is equal to TdS - PdV.
അല്ലെങ്കിൽ യു നമുക്കറിയാം ഇൻറ്റേർണൽ എനർജിയാണ്. യു അല്ലെങ്കിൽ ഇ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇ ആണെങ്കിൽ ഓർത്തിരിക്കുക യുവിന് പകരം എഴുതിയതാണ്. ഇതിന് നമുക്ക് ഡി ഈസ് ഈക്വൽ ടു ടി ഡി എസ് മൈനസ് പി ഡി വി എന്നും പറയാം. അപ്പോൾ ഇതിന്ന് ഡി ഇ ബൈ ഡി എസ് അറ്റ് കോൺസ്റ്റൻറ്റ് വി ഇസ് ഈക്വൽ ടു ആൻസർ ടി. ഡി ഇ ബൈ ഡി വി അറ്റ് കോൺസ്റ്റൻറ്റ് എസ് ഈക്വൽ ടു മൈനസ് പി. അതുപോലെ തന്നെ തെർമോഡൈനാമിക്സിലെ ഒരു പ്രധാനപ്പെട്ടതാണ് ജൂൾ തോംസൺ കോഎഫിഷ്യൻ. ജൂൾ തോംസൺ കോഎഫിഷ്യൻ മ്യൂ ജെ ടി ഇസ് ഈക്വൽ ടു ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എച്ച്. അതായത് ജൂൾ തോംസൺ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എച്ച്. എൻതാൽപ്പി കോൺസ്റ്റൻറ്റിലാണ് ഇത് ഇക്വേഷൻ വരുന്നത്. ഡോ ടി ബൈ ഡോ പി അറ്റ് കോൺസ്റ്റൻറ്റ് എച്ച് പഠിച്ചു വെക്കുക. ഈ ഭാഗത്ത് വരുന്ന മറ്റ് രണ്ട് ഇക്വേഷൻസ് ആണ് സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. സി പി ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി. സി വി വി ആണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിലും കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്നത് വി. സി പി പ്രഷർ കോൺസ്റ്റൻറ്റ് നമ്മുടെ ഇക്വേഷനിലും കോൺസ്റ്റൻറ്റ് പി ആണ്. സി വി ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വി. സി പി ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പി. നെക്സ്റ്റ് സ്പോണ്ടേനിയസ് പ്രോസസ് ആൻഡ് നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്. ഒരു പ്രോസസ്സ് സ്പോണ്ടേനിയസ് ആണെങ്കിലുള്ള കണ്ടീഷനും അതുപോലെ നോൺ സ്പോണ്ടേനിയസ് ആണെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ് ചെയ്തെന്ന രീതിയിൽ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സ്പോണ്ടേനിയസ് പ്രോസസ്സ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു നെഗറ്റീവ്, ഡെൽറ്റ എസ് ഈക്വൽ ടു പോസിറ്റീവ്, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു നെഗറ്റീവ്. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, ഡെൽറ്റ ജി നെഗറ്റീവ്. നോൺ സ്പോണ്ടേനിയസിന് ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. ഡെൽറ്റ എച്ച് പോസിറ്റീവ്, ഡെൽറ്റ എസ് നെഗറ്റീവ്, ഡെൽറ്റ ജി പോസിറ്റീവ്. നെക്സ്റ്റ് തെർമോഡൈനാമിക് ഇൻഇക്വാലിറ്റീസ്. ഇതും എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്. റിവേഴ്സിബിൾ പ്രോസസ്സിനും അതുപോലെ തന്നെ ഇറിവേഴ്സിബിൾ പ്രോസസ്സിലും വരുന്ന റിലേഷനാണ്. റിവേഴ്സിബിൾ പ്രോസസ്സ് ആണെങ്കിൽ ഡി എസ് അറ്റ് കോൺസ്റ്റൻറ്റ് ഇ വി ഈക്വൽ ടു 0. ഡി എസ് ഇ വി ഈക്വൽ ടു 0. അപ്പോൾ ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ എസ് ഇ വി, ഇനി അടുത്തത് ഇ ആണ് അകത്തെങ്കിൽ ബാക്കിയുള്ള രണ്ടെണ്ണം വി എസ്, അങ്ങനെ ആ രീതിയിൽ പഠിക്കാം. അപ്പോൾ ഡി എസ് അറ്റ് കോൺസ്റ്റൻറ്റ് ഇ വി ഈക്വൽ ടു 0. ഇതേ കാര്യം ഗ്രേറ്റർ ദാൻ 0 ആയിക്കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. അതുപോലെ ഡി എ അറ്റ് കോൺസ്റ്റൻറ്റ് ടി വി ഈക്വൽ ടു 0 റിവേഴ്സിബിൾ. ഇറിവേഴ്സിബിൾ ആണെങ്കിൽ ലെസ് ദാൻ 0 ആണ് വരുന്നത്. ഡി ജി അറ്റ് കോൺസ്റ്റൻറ്റ് പി ടി ഇസ് ഈക്വൽ ടു 0 റിവേഴ്സിബിൾ. ഇറിവേഴ്സിബിൾ കേസ് ആണെങ്കിൽ ലെസ് ദാൻ 0 ആണ്. ഡി എച്ച് അറ്റ് കോൺസ്റ്റൻറ്റ് എസ് പി ഈക്വൽ ടു 0 റിവേഴ്സിബിൾ, ലെസ് ദാൻ 0 ഇറിവേഴ്സിബിൾ. അപ്പോൾ ഇത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് തെർമോഡൈനാമിക് ഇൻഇക്വാലിറ്റീസിൽ റിവേഴ്സിബിൾ പ്രോസസ്സ് ആവണമെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കും. ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ 0 വരുന്ന കേസ് ഇറിവേഴ്സിബിൾ ആണ്. അതിൽ തന്നെ ഗ്രേറ്റർ ദാൻ 0 എൻട്രോപ്പിക്ക് മാത്രമേ വരുന്നുള്ളൂ, ബാക്കിയെല്ലാം ലെസ് ദാൻ 0 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഫോർ ഷോർട്ട് കീ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റിലെ ട്രൂ ആയ കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. കാറ്റയോൺസ് occupy interstitial position. Density of the crystal decreases. It arises due to the loss of equal number of anions and cations. It appears in the crystal in which anions and cations are of same size. ആൻസർ ഓപ്ഷൻ സി ആണ്. തന്നതിൽ 2, 3, 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. നമുക്കിനി ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഷോർട്ട് കീ ഡിഫക്റ്റ്, ദ ഡിഫറൻസ് ഇൻ സൈസ് ബിറ്റ്വീൻ കാറ്റയോൺ ആൻഡ് ആനയോൺ ഈസ് സ്മോൾ. അതായത് കാറ്റയോണും ആനയോൺസിൻ്റെയും സൈസ് കുറവ്, ഏകദേശം ഒരേ സൈസുള്ള കേസിലാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് വരുന്നത്. ഫ്രങ്കൽ ഡിഫക്റ്റ് ആണെങ്കിൽ കാറ്റയോൺസിനേക്കാൾ സൈസ് ആനയോൺസിന് കൂടുതൽ ഉണ്ടാവണം. ബോത്ത് ആനയോൺ ആൻഡ് കാറ്റയോൺസ് ലീവ് ദ സോളിഡ് ക്രിസ്റ്റൽ. ഷോർട്ട് കീ ഡിഫക്റ്റിൽ ആനയോണും കാറ്റയോൺസും ക്രിസ്റ്റൽസ് നിന്ന് ലീവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഫ്രങ്കൽ ഡിഫക്റ്റ് ആണെങ്കിൽ കാറ്റയോൺസ് ആണ് ലീവ് ചെയ്യാറുള്ളത്. ആറ്റംസ് പെർമനൻ്റ്ലി ലീവ് ദ ക്രിസ്റ്റൽ. ഷോർട്ട് കീ ഡിഫക്റ്റിൽ സ്ഥിരമായിട്ട് ആറ്റം മിസ്സാവുകയാണ്, എന്നാൽ ഫ്രങ്കൽ ഡിഫക്റ്റിലെ ആറ്റംസ് ആ ക്രിസ്റ്റലിനകത്ത് തന്നെയുണ്ട്, അതിൻ്റെ സ്ഥാനം മാത്രമേ മാറുന്നുള്ളൂ. ഫോർമേഷൻ ഓഫ് 2 വേക്കൻസീസ്. ഷോർട്ട് കീ ഡിഫക്റ്റിൽ 2 വേക്കൻസി ഉണ്ടാവുന്നുണ്ട്, ഫ്രങ്കൽ ഡിഫക്റ്റിലാണെങ്കിൽ ഓൺലി 1.
Density of solid decreases in Schottky defect. Density remains the same in Frankel defect. Next question, the physical process undergone by a photochemically excited molecule responsible for phosphorescence is. താഴെ പറയുന്നതിൽ ഫോസ്ഫോറസൻസ് കാണിക്കുന്ന മോളിക്യൂൾസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ പ്രോസസ്സ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജബ്ലോൺസ്കി ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. റേഡിയേറ്റീവ് ട്രാൻസിഷനും ഉണ്ട്, റേഡിയേഷൻ ലെസ് എമിഷനും ഉണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസർ. ജബ്ലോൺസ്കി ഡയഗ്രാമിൽ 4 ടൈപ്പ് ഫിസിക്കൽ ചേഞ്ചസ് ആണ്. ഒന്ന് ഫ്ലൂറസൻസ്, ഫോസ്ഫോറസൻസ്, ഇൻ്റർ സിസ്റ്റം ക്രോസിങ്, ഇൻറ്റേർണൽ കൺവേർഷൻ. ഇനി ഇതിൽ ഏതൊക്കെയാണ് റേഡിയേറ്റീവ് എമിഷൻസ് നോക്കാം. ഫ്ലൂറസൻസ്, ഫോസ്ഫോറസൻസ്. ഫ്ലൂറസൻസും ഫോസ്ഫോറസൻസും ആണെങ്കിൽ റേഡിയേഷൻ പുറത്തുവിടും. എന്നാൽ ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും ഇൻറ്റേർണൽ കൺവേർഷനും റേഡിയേഷൻ ലെസ് എമിഷനാണ്, റേഡിയേഷൻ പുറത്ത് വിടാത്ത കേസുകളാണ്. ഇത് ട്രാൻസിഷൻ നടക്കുന്നത്, ഓരോന്നിലും ട്രാൻസിഷൻ നടക്കുന്നത് ഏതൊക്കെ സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലാണെന്ന് നോക്കാം. ഫ്ലൂറസെൻസ് ആണെങ്കിൽ റേഡിയേഷൻ പുറത്തുവിടുന്നുണ്ട്, അതുപോലെ തന്നെ സെയിം സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷനാണ്. S1 to S2, T1 to T2 ഒരേ സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസിഷനാണ് ഫ്ലൂറസെൻസ്. ഫോസ്ഫോറസെൻസ് ആണെങ്കിൽ ഡിഫറെൻ്റ് സ്പിൻ സ്റ്റേറ്റുകളാണ് വരിക. എസിൽ നിന്ന് ടിയിലേക്ക്, ടിയിൽ നിന്ന് എസിലേക്ക് പോലെയുള്ളതാണ് ഫോസ്ഫോറസെൻസിൽ വരുന്നത്. സ്പിൻ സ്റ്റേറ്റുകൾ ഡിഫറെൻ്റ് ആയത് കാരണം അത് ഫോർബിഡൻ ട്രാൻസിഷനാണ്. ഇൻ്റർ സിസ്റ്റം ക്രോസിംഗ് ആണെങ്കിൽ റേഡിയേഷൻ ലെസ് ട്രാൻസിഷനാണ്. സെയിം സ്പിൻ സ്റ്റേറ്റ് തന്നെയാണ് ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങിലും വരുന്നത്, അതുകൊണ്ട് ആ ട്രാൻസിഷൻ അലൗഡ് ആണ്. നെക്സ്റ്റ് ഇൻറ്റേർണൽ കൺവേർഷൻ. ഇൻറ്റേർണൽ കൺവേർഷൻ റേഡിയേഷൻ ലെസ് എമിഷനാണ്. ഡിഫറെൻ്റ് സ്പിൻ സ്റ്റേറ്റുകളാണ് ട്രാൻസിഷനിൽ വരുന്നത്, അതുകൊണ്ട് ഇതും ഫോർബിഡൻ ആണ്. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും ഇൻറ്റേർണൽ കൺവേർഷനും റേഡിയേഷൻ ഇല്ലാത്ത തരം ട്രാൻസ്മിഷനാണ്. റേഡിയേഷൻ ഉൾപ്പെടുന്ന ട്രാൻസിഷനാണ് ഫ്ലൂറസെൻസും ഫോസ്ഫോറസെൻസും. അതുപോലെ അലൗഡ് ട്രാൻസിഷൻ ഫ്ലൂറസെൻസും അതുപോലെ ഇൻ്റർ സിസ്റ്റം ക്രോസിങ്ങും അലൗഡ് ആണ്. സെയിം സ്പിൻ സ്റ്റേറ്റുകളാണ് വരുന്നത്. ഡിഫറെൻ്റ് സ്പിൻ സ്റ്റേറ്റുകളാണ് വരുന്നതെങ്കിൽ അത് ഫോർബിഡൻ ട്രാൻസിഷനാണ്. ഫോസ്ഫോറസെൻസും ഇൻറ്റേർണൽ കൺവേർഷനും ആ ഒരു ടൈപ്പാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ ആൻ അഡിയബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ. അഡിയബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷന് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ബാധകം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇതിന് നമ്മൾ കൃത്യമായിട്ട് അഡിയബാറ്റിക് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ്റെ ഇക്വേഷൻസ് മനസ്സിലാക്കി വെക്കണം, എന്നാൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. റിലേഷൻസ് ഇതാണ്, P1/P2 = V2/V1 all raised to gamma. പ്രഷർ വോളിയം റിലേഷനാണിത്. അടുത്തത് T1/T2 = V2/V1 all raised to gamma -1. ടെമ്പറേച്ചർ വോളിയം റിലേഷൻ. നെക്സ്റ്റ് വൺ, T1/T2 = P1/P2 all raised to gamma -1 ഡിവൈഡഡ് ബൈ ഗാമ. ടെമ്പറേച്ചർ പ്രഷർ റിലേഷൻ. നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The number of hyperfine lines in the ESR spectrum of 1 electron reduced product of CO3 CO9 Se is I = 7/2 for cobalt. Options 8, 15, 22, 1. Answer option C ആണ് 22. ESR hyperfine interaction of one nuclei, that is number of hyperfine splitting lines in ESR equal to 2Ni+1. 2Ni+1 എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ESR hyperfine lines കണ്ടെത്താം. നമ്മുടെ ക്വസ്റ്റ്യനിൽ 2Ni+1 എന്ന് കൊടുക്കുമ്പോൾ N = 3, കോബാൾട്ട് 3 ആണ്, I വാല്യൂ 7/2 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 × 3 × 7/2 + 1 വരും. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 22 ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ലൈൻസ് ആണ് കിട്ടുന്നത്. നെക്സ്റ്റ് വൺ, KCl ഈസ് കോമൺലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് സാൾട്ട് ബ്രിഡ്ജ്. ദിസ് ഈസ് ബിക്കോസ് നമുക്കറിയാം പൊട്ടാസ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റ് ആണ് നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ബോത്ത് ദ കാറ്റയോൺ ആൻഡ് ആനയോൺ ഹാവ് സെയിം ആക്ടിവിറ്റി.
the cation and anion are isoelectronic. It is a 1:1 electrolyte. The transference numbers of cation and anion are nearly same. ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏത് കാരണം കൊണ്ടാണ് പൊട്ടാസ്യം ക്ലോറൈഡിനെ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദ ട്രാൻസ്ഫറൻസ് നമ്പർ ഓഫ് കാറ്റയോൺ ആൻഡ് ആനിയോൺ ആർ നിയർലി സെയിം. അപ്പോൾ നമുക്ക് സാൾട്ട് ബ്രിഡ്ജിൽ യൂസ് ചെയ്യുന്ന KClന്റെ പ്രത്യേകതകൾ നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡ് ഓർ KNO3 ഈസ് പ്രിഫേർഡ് ഇൻ സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് മെയിൻറ്റെയിൻസ് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. ദ ട്രാൻസ്ഫറൻസ് നമ്പർ ഓഫ് K+ ആൻഡ് Cl- അയോൺസ് ആർ നിയർലി സെയിം. ട്രാൻസ്ഫറൻസ് നമ്പർ പൊട്ടാസ്യം K+ൻ്റെയും Cl- ഏകദേശം ഈക്വൽ ആണ്. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ പൊട്ടാസ്യം ക്ലോറൈഡിനെ സാൾട്ട് ബ്രിഡ്ജ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ സ്പോണ്ടേനിയസ് അഡ്സോർപ്ഷൻ പ്രോസസ് ആർ. ഓൾ സ്പോണ്ടേനിയസ് അഡ്സോർപ്ഷൻ പ്രോസസ് ആർ, അതായത് എല്ലാ സ്പോണ്ടേനിയസ് അഡ്സോർപ്ഷൻ പ്രോസസ്സും താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് എഴുതണം. ഹൈലി എക്സോതെർമിക് ആൻഡ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി. ഹൈലി എൻഡോതെർമിക് ആൻഡ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി. ഹൈലി എക്സോതെർമിക് ആൻഡ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. ഹൈലി എൻഡോതെർമിക് ആൻഡ് ദർ ഈസ് ആൻ ഇൻക്രീസ് ഇൻ എൻട്രോപ്പി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഹൈലി എക്സോതെർമിക് ആൻഡ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ എൻട്രോപ്പി. സ്പോണ്ടേനിയസ് അഡ്സോർപ്ഷൻ്റെ പ്രത്യേകതകൾ നോക്കാം. ΔG നെഗറ്റീവ് ആയിരിക്കും, ΔSഉം നെഗറ്റീവ് ആയിരിക്കും. അഡ്സോർപ്ഷൻ സ്പോണ്ടേനിയസ് ആണെങ്കിൽ, സഡൻ അഡ്സോർപ്ഷൻ ആണെങ്കിൽ ΔS നെഗറ്റീവ് ആണ്, ΔG നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ. ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ പ്രകാരം ΔG ഈസ് ഈക്വൽ ടു ΔH മൈനസ് T∆S. ഇപ്പോൾ ΔH ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ ΔH ഈക്വൽ ടു ΔG പ്ലസ് T∆S എന്ന് വരും. വാല്യൂസ് സയൻസ് നമ്മളിതിൽ അപ്ലൈ ചെയ്യാം. ΔH ഈസ് ഈക്വൽ ടു മൈനസ് ΔG മൈനസ് T∆S എന്ന് വരും. ഓവറോൾ വാല്യൂ മൈനസ് ആണ്, നെഗറ്റീവ് ആണ്. അപ്പോൾ ΔH നെഗറ്റീവ് എന്ന് വരും. ΔH നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം എക്സോതെർമിക് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി സ്പോണ്ടേനിയസ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എക്സോതെർമിക് ആണ്. മാത്രമല്ല ΔS നെഗറ്റീവ് ആണല്ലേ, ഡിക്രീസ് ഇൻ എൻട്രോപ്പി ആണ്. അപ്പോൾ ഹൈലി എക്സോതെർമിക് ആൻഡ് ഡിക്രീസ് ഇൻ എൻട്രോപ്പി എന്നാണ് സ്പോണ്ടേനിയസ് അഡ്സോർപ്ഷൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രെഡിക്റ്റ് ദ നമ്പർ ഓഫ് ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ ആൻഡ് വൈബ്രേഷണൽ ഡിക്രീസ് ഓഫ് ഫ്രീഡം ഇൻ നിയോൺ ആറ്റം. നിയോൺ ആറ്റത്തിലെ ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ, വൈബ്രേഷണൽ ഡിക്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 300. നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഡിക്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ നിയോൺ ആണ്. നിയോൺ നമുക്കറിയാം മോണോ ആറ്റോമിക് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടോട്ടൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് ഇതിലെന്ന് കണ്ടുപിടിക്കണം. ടോട്ടൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കുന്നത് 3n ഇക്വേഷൻ വെച്ചിട്ടാണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റാണ്. ഇവിടെ നിയോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ n ഈക്വൽ ടു 1 എന്ന് വരും. 3n ഈക്വൽ ടു 3 ആണ്. അപ്പോൾ നിയോണിൽ ടോട്ടൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് ഉള്ളത്. നിയോണിൽ ആകെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉള്ളത്. അതിനകത്ത് വരുന്നതാണ് ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണലും വൈബ്രേഷണലും. അപ്പോൾ ഇനി നമുക്കിതിനെ ട്രാൻസ്ലേഷണൽ, റൊട്ടേഷണൽ, വൈബ്രേഷണൽ എന്ന് പറഞ്ഞ് ഈ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിനെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ഓൾ ഹാവ് 3 ട്രാൻസ്ലേഷണൽ മോഷൻസ്. എല്ലാ ആറ്റംസിനും 3 ട്രാൻസ്ലേഷണൽ മോഷനാണുള്ളത്. അതായത് ഒന്ന് എക്സ് ആക്സിസിൽ, അടുത്തത് Y, അടുത്തത് Z. അപ്പോൾ എല്ലാ മോളിക്യൂൾസിനും 3 ട്രാൻസ്ലേഷണൽ മോഷൻ ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മൾ എന്തിനു കൊടുക്കേണ്ടതുള്ളൂ, റൊട്ടേഷണലും വൈബ്രേഷണലിലേക്കും പോകുന്നുള്ളൂ. നിയോണിന് ആകെ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണുള്ളത്. അതിലെ 3യും ട്രാൻസ്ലേഷണലാണ്. അതുകൊണ്ട് റൊട്ടേഷണൽ 0 ആയിരിക്കും, വൈബ്രേഷണൽ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 300 എന്നാണ് കിട്ടുക. അപ്പോൾ ഓർത്തിരിക്കുക, മോണോ ആറ്റോമിക് ആണെങ്കിൽ റൊട്ടേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്, വൈബ്രേഷണൽ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 0 ആണ്. 3 ട്രാൻസ്ലേഷണൽ ഡിഗ്രീസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നനുസരിച്ച് വൈബ്രേഷണൽ ഡിക്രീസ് ഓഫ് ഫ്രീഡം മാറും. അതായത് മോണോ അറ്റോമിക്കിന് 0 ആണ്. അല്ലാത്ത കേസുകളിൽ നമ്മൾ നോക്കേണ്ടത് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് നോക്കണം. ലീനിയർ ആണെങ്കിൽ 3n-5 വൈബ്രേഷണൽ ഡിക്രീസ് ഓഫ് ഫ്രീഡവും നോൺ ലീനിയർ ആണെങ്കിൽ 3n-6 വൈബ്രേഷണൽ ഡിക്രീസ് ഓഫ് ഫ്രീഡമാണ് ഉണ്ടാവുക. അപ്പോൾ ട്രാൻസ്ലേഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഏത് മോളിക്യൂൾ ആണെങ്കിലും അതിൽ 3 ട്രാൻസ്ലേഷണൽ മോഷനാണ് ഉണ്ടാവുക. ടോട്ടൽ 3n ഉണ്ടാവും. അതിലെ 3 ട്രാൻസ്ലേഷനിൽ വൈബ്രേഷനിൽ നമ്മൾ നോക്കി കണ്ടുപിടിക്കണം മോളിക്യൂൾ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ അനുസരിച്ച്. അതും കഴിഞ്ഞിട്ടുള്ള ബാക്കിയാണ് ഇതിൽ വരുന്നത് റൊട്ടേഷണൽ മോഷനിൽ വരുന്ന റൊട്ടേഷണൽ ഡിക്രീസ് ഓഫ് ഫ്രീഡത്തിൽ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സിമ്മെട്രി പ്ലെയിൻസ് പ്രസൻറ്റ് ഇൻ ബെൻസീൻ മോളിക്യൂൾ. സിമ്മെട്രി പ്ലെയിൻസ് പ്രസൻറ്റ് ഇൻ ബെൻസീൻ മോളിക്യൂൾ. ഓപ്ഷൻസ് 1 horizontal plane and 6 vertical planes, 1 horizontal and 6 dihedral planes, 3 horizontal planes and 3 vertical planes. Last one, 1 horizontal plane, 3 vertical plane and 3 dihedral planes. ആൻസർ വരുന്നത് ബെൻസീനിൽ 1 horizontal, 3 vertical and 3 dihedral planes ആണുള്ളത്. ബെൻസീനെ കുറിച്ചുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. ബെൻസീൻ ഡീലോക്കലൈസേഷൻ എനർജി 2 beta, പോയിൻ്റ് ഗ്രൂപ്പ് D6H, സിമെട്രി പ്ലെയിൻസ് 1 sigma H, 3 sigma V, 3 sigma D. അങ്ങനെ മൊത്തം ബെൻസീനിൽ 7 പ്ലെയിൻ ഓഫ് സിമെട്രി ആണുള്ളത്. നെക്സ്റ്റ് വൺ, റുത്തീനോസിൻ ബിലോങ്സ് ടു ദ പോയിൻ്റ് ഗ്രൂപ്പ്. റുത്തീനോസിൻ ബിലോങ്സ് ടു ദ പോയിൻ്റ് ഗ്രൂപ്പ് D5H, C5H, C5V, D5D. ഇവിടെ ആൻസർ വരുന്നത് റുത്തീനോസിൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റലോസിൻ ആണ്. നമ്മൾ ഫെറോസിൻ പഠിച്ചിട്ടുണ്ട്. ഫെറോസിൻ്റെ അതേ ഗ്രൂപ്പിൽ വരുന്ന ആൾ തന്നെയാണ് റുത്തീനോസിൻ. ഫെറോസിന് D5H ആണ് പോയിൻ്റ് ഗ്രൂപ്പ്. അതുകൊണ്ട് റുത്തീനോസിനും അതേ പോയിൻ്റ് ഗ്രൂപ്പാണ് D5H. നമുക്ക് പ്രധാനപ്പെട്ട എക്സാമിന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള കുറച്ച് പോയിൻ്റ് ഗ്രൂപ്പ്സ് നോക്കാം. H2O, C2V, NH3, C3V. പഠിക്കാൻ എളുപ്പമാണ്. H2O, C2V, NH3, C3V, 3 അല്ലേ? H3 ആണെങ്കിൽ C3V, H2 ആണെങ്കിൽ C2V. അടുത്തത് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡ് C2. ബോറിക് ആസിഡ് C3H, BF3, D3H. ബോറിക് ആസിഡ് C3H, BF3, D3H. ബെൻസീൻ D6H, ബെൻസീൻ D6H. സൈക്ലോഹെക്സെയിൻ D3D. സൈക്ലോഹെക്സെയിനിലെ ചെയർ ഫോമാണ് സ്റ്റേബിൾ D3D. ഫെറോസിൻ D5D. ഫെറോസിൻ സ്റ്റാഗേർഡ് ഫോമാണ് D5D. ഫെറോസിൻ എക്ലിപ്സ്ഡ് ഫോം D5H ആണ്. ഫെറോസിൻ എക്ലിപ്സ്ഡ് D5H, സ്റ്റാഗേർഡ് D5D. സ്റ്റാഗേർഡ് ആണെങ്കിൽ Dയിലാണ് അത് അവസാനിക്കുക. അതുപോലെ എക്ലിപ്സ്ഡ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, H ആയിരിക്കും അതിൻ്റെ കൂടെ ഉണ്ടാവുക. ഫെറോസിൻ D5H ഉണ്ട്, D5D ഉണ്ട്. കൺഫർമേഷൻ നോക്കിയിട്ടാണ്. സ്റ്റേബിൾ 1 എന്ന് പറയുന്നത് D5H ആണ്. റുത്തീനോസിനും D5H ആണ്. അതുപോലെ ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള ലീനിയർ മോളിക്യൂൾസിൻ്റെ പോയിൻ്റ് ഗ്രൂപ്പ് D∞H ആണ്. SF6 ഒക്ടാഹെഡ്രൽ പോയിൻ്റ് ഗ്രൂപ്പാണുള്ളത്. അതുപോലെ ടെട്രാഹെഡ്രൽ ആണെങ്കിൽ TD പോയിൻ്റ് ഗ്രൂപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇക്കോസാഹെഡ്രൽ IH പോയിൻ്റ് ഗ്രൂപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ സിമെട്രിക് ടോപ്പ്. സിമെട്രിക് ടോപ്പ് മോളിക്യൂൾ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. CH3Cl ആൻഡ് BF3. നോൺ ലീനിയർ മോളിക്യൂൾസ് പ്രധാനമായിട്ടും 3 ടൈപ്പ് ഉണ്ട്. സ്ഫെറിക്കൽ ടോപ്പ്, അസിമെട്രിക് ടോപ്പ്, സിമെട്രിക് ടോപ്പ്. ഈ 3 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡൈപോൾ മൊമെൻറ്റ്സ് ഈക്വൽ ആണോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് നോക്കിയിട്ടാണ്. ഒരു മോളിക്യൂളിന് 3 ഡൈപോൾ മൊമെൻറ്റ്സ് ആണുള്ളത്, IA, IB, IC. ഈ ഡൈപോൾ മൊമെൻറ്റ്സ് ഈക്വൽ ആണോ ഈക്വൽ അല്ലേ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് 3 ടൈപ്പ് നോൺ ലീനിയർ മോളിക്യൂൾസ് ഉണ്ട്. സ്ഫെറിക്കൽ ടോപ്പ്, അസിമെട്രിക് ടോപ്പ്, സിമെട്രിക് ടോപ്പ്. സ്ഫെറിക്കൽ ടോപ്പ് ആണെങ്കിൽ IA = IB = IC.
3 ഡൈപോൾ മൊമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ 1 റൊട്ടേഷണൽ സ്പെക്ട്രം വാല്യൂ ഉള്ളതാണ് സ്ഫെറിക്കൽ ടോപ്പ്. എക്സാമ്പിളായിട്ട് വരുന്നത് ടെട്രാഹെഡ്രലും ഒക്ടാഹെഡ്രൽ പോയിൻറ്റ് ഗ്രൂപ്പ്സ് വരുന്നവയാണ്. CH4, SF6, അതുപോലെ തന്നെ ഇക്കോസാഹെഡ്രൽ ഈ കേസിൽ വരും കാർബൺ 16. അടുത്തത് അസിമെട്രിക് ടോപ്പ്. IA നോട്ട് ഈക്വൽ ടു IB നോട്ട് ഈക്വൽ ടു IC. 3 ഡൈപോൾ മൊമെൻറ്റ്സും ഡിഫറൻ്റ് ആവുന്ന കേസാണിത്. അതുകൊണ്ട് തന്നെ 3 ഡിഫറെൻറ്റ് റൊട്ടേഷണൽ സ്പെക്ട്രം വാല്യൂസ് ആണ് ഉണ്ടാവുന്നത്. എക്സാമ്പിളായിട്ട് വരുന്നത് വാട്ടർ. തേർഡ് ടൈപ്പ് സിമെട്രിക് ടോപ്പ്. 2 റൊട്ടേഷണൽ സ്പെക്ട്രം വാല്യൂസ് ആണ് ഈ കേസിൽ വരുന്നത്. ഇവിടെ 2 ടൈപ്പ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ഉണ്ട്, പ്രൊലേറ്റും ഒബ്ലേറ്റും. പ്രൊലേറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡൈപോൾ മൊമെൻറ്റ്സ് ഈക്വൽ ആയിരിക്കും, മൂന്നാമത്തെ ഡൈപോൾ മൊമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. IA ലെസ് ദാൻ IB ഈക്വൽ ടു IC. CH3F ആണ് എക്സാമ്പിൾ. ഒബ്ലേറ്റ് ആണെങ്കിൽ IA ഗ്രേറ്റർ ദാൻ IB ഈക്വൽ ടു IC. BCl3 ആണ് എക്സാമ്പിളായിട്ട് വരുന്നത്. അപ്പോൾ സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസ് ആണ് CH3Fഉം BCl3യും. ഇപ്പോൾ ഡൈപോൾ മൊമെൻറ്റ്സ് കാണിച്ചുകൊണ്ട് ഇതേത് മോളിക്യൂൾസ് ആണെന്ന ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. എക്സാമ്പിൾ വെച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതുപോലെ തന്നെ റൊട്ടേഷണൽ സ്പെക്ട്രം വാല്യൂസ് എത്രയാണെന്ന് കാണിച്ചും അത് ഏത് ടൈപ്പ് മോളിക്യൂൾ ആണെന്ന് ക്വസ്റ്റ്യനും വരാറുണ്ട്. സ്ഫെറിക്കൽ ടോപ്പിന് 1 റൊട്ടേഷണൽ സ്പെക്ട്രം വാല്യൂ ആണ്. അസിമെട്രിക് ടോപ്പ് ആണെങ്കിൽ 3 ഡിഫറെൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്സ് ഉള്ളത് കാരണം 3 റൊട്ടേഷണൽ സ്പെക്ട്രം വാല്യൂസ് ഉണ്ടാവും. സിമെട്രിക് ടോപ്പിന് 2 ഡൈപോൾ മൊമെൻറ്റ്സ് ഈക്വൽ ആണ്. അതുകൊണ്ട് അതിൽ നിന്നൊന്ന് അടുത്ത മൂന്നാമത്തെ ഡൈപോൾ മൊമെൻറ്റിൽ നിന്ന് ഒന്ന്, അങ്ങനെ 2 റൊട്ടേഷണൽ സ്പെക്ട്രം വാല്യൂസ് ആണ് സിമെട്രിക് ടോപ്പ് മോളിക്യൂൾസിനുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Maxwell-Boltzmann statistics is applicable for. Maxwell-Boltzmann statistics is applicable for ideal gas, protons, photons, electrons. ആൻസർ വരുന്നത് ഐഡിയൽ ഗ്യാസസിനാണ് മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലിക്കബിൾ ആവുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ 3 ഡിസ്ട്രിബ്യൂഷൻ ലോസ് ആണുള്ളത്. ഫസ്റ്റ് വൺ മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്, സെക്കൻഡ് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്, തേർഡ് ഫെർമി-ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇത് മൂന്നും തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെക്കുക. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണിത്. മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ പാർട്ടിക്കിൾസ് ആർ ഡിസ്റ്റിങ്വിഷബിൾ ആവുന്ന ഒരു സിസ്റ്റമാണ് മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ബോസ്-ഐൻസ്റ്റീനിലും ഫെർമി-ഡിറാക്കിലും പാർട്ടിക്കിൾസ് ഇൻഡിസ്റ്റിങ്വിഷബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ്, നോ റെസ്ട്രിക്ഷൻ ഓൺ അസൈനിങ് പാർട്ടിക്കിൾസ് ടു ദ സെയിം എനർജി ലെവൽ. അതായത് ഒരേ എനർജി ലെവലിൽ എത്ര പാർട്ടിക്കിൾസ് വേണമെങ്കിലും ആവാം, റെസ്ട്രിക്ഷൻ ഇല്ല. ഇത് തന്നെയാണ് ബോസ്-ഐൻസ്റ്റീനിലും വരുന്നത്. എന്നാൽ ഫെർമി-ഡിറാക്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഓൺലി 1 പാർട്ടിക്കിൾ മേ ഓക്യുപ്പൈ ഇൻ എ ഗിവൺ എനർജി ലെവൽ. ഒരു എനർജി ലെവലിൽ ഒരു പാർട്ടിക്കിൾസ് മാത്രമേ ഫെർമി-ഡിറാക്കിൽ ഉണ്ടാവൂ. ബാക്കിയുള്ള 2 സ്റ്റാറ്റിസ്റ്റിക്സിൽ റെസ്ട്രിക്ഷൻ ഇല്ല. തേർഡ് പോയിന്റ്, ആപ്ലിക്കബിൾ ടു ഐഡിയൽ ഗ്യാസസ് ആൻഡ് ഐഡിയൽ ക്രിസ്റ്റൽസ്. മാക്സ്വെൽ-ബോൾട്ട്സ്മാൻ സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഐഡിയൽ ഗ്യാസസിൻ്റെ കേസിലാണ്. ബോസ്-ഐൻസ്റ്റീൻ ആണെങ്കിൽ ബോസോൺസിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫെർമി-ഡിറാക്ക് ഫെർമിയോൺസിൻ്റെ കേസിലാണ് നമുക്ക് അപ്ലിക്കബിൾ ആവുന്നത്. ബോസോൺസ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ് വിത്ത് ഈവൻ നമ്പർ ഓഫ് എലമെൻ്ററി പാർട്ടിക്കിൾസ്, ദാറ്റ് ഈസ് ഈവൻ നമ്പർ എലമെൻ്ററി പാർട്ടിക്കിൾസ് വരുന്നവയാണ് ബോസോൺസ്. എക്സാമ്പിൾ ഹീലിയം. ഫെർമിയോൺസ് എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പർ എലമെൻ്ററി പാർട്ടിക്കിൾസ് വരുന്നവയാണ് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്, He3. ഇതെല്ലാം ഫെർമിയോൺസ് ആണ്. അപ്പോൾ ബോസോൺസിനും ഫെർമിയോൺസിനും എക്സാമ്പിളും ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ, മൈക്രോ കാനോണിക്കൽ എൻസംബിൾസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ സെയിം. അതായത് മൈക്രോ കാനോണിക്കൽ എൻസംബിൾസ് താഴെ പറയുന്നതിൽ ഏതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ്. ഓപ്ഷൻസ് NVE, NVT, NTmu, NVmu. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, NVE. എൻസംബിൾസ് എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് അസംബ്ലീസിനെ പറയുന്ന പേരാണ് എൻസംബിൾസ്. 3 ടൈപ്പ് എൻസംബിൾസ് ആണുള്ളത്. മൈക്രോ കാനോണിക്കൽ എൻസംബിൾസ്, കാനോണിക്കൽ എൻസംബിൾസ്, ഗ്രാൻഡ് കാനോണിക്കൽ എൻസംബിൾസ്. അപ്പോൾ മൈക്രോ കാനോണിക്കൽ എൻസംബിൾ, അതുപോലെ കാനോണിക്കൽ, ഗ്രാൻഡ് കാനോണിക്കൽ, ഇങ്ങനെയുള്ള ഈ 3 ടൈപ്പ് വരുന്നത് അതിലുള്ള ഏതൊക്കെ കാര്യങ്ങളാണ്
ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഏതൊക്കെ പ്രോപ്പർട്ടീസാണ് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. മൈക്രോ കാനോണിക്കൽ എൻസംബിൾസിൽ നമ്പർ ഓഫ് ആറ്റംസ്, വോളിയം, എനർജി ഈ 3 പ്രോപ്പർട്ടീസും ഒരുപോലെ ആയിരിക്കും. കാനോണിക്കൽ എൻസംബിളിൽ നമ്പർ ഓഫ് ആറ്റംസ്, വോളിയം, ടെമ്പറേച്ചർ ഈ 3 പ്രോപ്പർട്ടീസും ഐഡൻറ്റിക്കലാണ്. ഗ്രാൻഡ് കാനോണിക്കലിൽ ഐഡൻറ്റിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കെമിക്കൽ പൊട്ടൻഷ്യൽ, വോളിയം, ടെമ്പറേച്ചർ. മൈക്രോ കാനോണിക്കൽ NVE ഐഡൻറ്റിക്കൽ, കാനോണിക്കൽ NVT ഐഡൻറ്റിക്കൽ, ഗ്രാൻഡ് കാനോണിക്കൽ MUVT ഐഡൻറ്റിക്കൽ. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സിൽ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് പാർട്ടീഷൻ ഫംഗ്ഷൻ. പാർട്ടീഷൻ ഫംഗ്ഷൻസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഏത് ഓർഡറിലാണെന്ന് ചോദിക്കാറുണ്ട്. Q ട്രാൻസ്ലേഷണൽ ഗ്രേറ്റർ ദാൻ Q റൊട്ടേഷണൽ ഗ്രേറ്റർ ദാൻ Q വൈബ്രേഷണൽ ഗ്രേറ്റർ ദാൻ Q ഇലക്ട്രോണിക്. Q എന്ന് പറയുന്നത് പാർട്ടീഷൻ ഫംഗ്ഷനാണ്. QT എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ ട്രാൻസ്ലേഷണൽ മോഷൻ. QR പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ റൊട്ടേഷണൽ മോഷൻ. QV പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ വൈബ്രേഷണൽ മോഷൻ. QE പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ ഇലക്ട്രോണിക്. അപ്പോൾ ഇതിൽ ഏറ്റവും മാഗ്നിറ്റ്യൂഡ് കൂടുതൽ ട്രാൻസ്ലേഷനിലും കുറവ് ഇലക്ട്രോണിക് മോഷനുമാണ്. നെക്സ്റ്റ് എനർജിക്ക് ഇതുപോലൊരു ഓർഡർ ഉണ്ട്. E ഗ്രേറ്റർ ദാൻ EV ഗ്രേറ്റർ ദാൻ ER ഗ്രേറ്റർ ദാൻ ET. നമ്മൾ പാർട്ടീഷൻ ഫംഗ്ഷൻസിൽ പഠിച്ചതിൻ്റെ നേരെ റിവേഴ്സ് ഓർഡറാണ്. ഇലക്ട്രോണിക് എനർജിയാണ് ഏറ്റവും കൂടുതൽ, ട്രാൻസ്ലേഷണൽ എനർജിയാണ് ഏറ്റവും കുറവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ നമ്പർ ഓഫ് ബ്രേവീസ് ലാറ്റീസസ്, പോയിൻ്റ് ഗ്രൂപ്പ്സ് ആൻഡ് സ്പേസ് ഗ്രൂപ്പ്സ് ഇൻ ക്രിസ്റ്റൽസ് ആർ. അതായത് ക്രിസ്റ്റലിലുള്ള ആകെ ബ്രേവീസ് ലാറ്റീസസ്, പോയിൻ്റ് ഗ്രൂപ്പ്സ്, സ്പേസ് ഗ്രൂപ്പ്സ് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 14, 32, 230. 14 ബ്രേവീസ് ലാറ്റീസ്, 32 പോയിൻ്റ് ഗ്രൂപ്പ്സ്, 230 സ്പേസ് ഗ്രൂപ്പ്സ് ആണുള്ളത്. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ ഓർത്തിരിക്കേണ്ട മറ്റു പോയിൻറ്റ്സ് ആണ് നമ്പർ ഓഫ് ലാറ്റീസ് പോയിൻറ്റ്സ്. സിമ്പിൾ ക്യൂബിക്ക് 8 ലാറ്റീസ് സൈറ്റുകളാണുള്ളത്. BCC 9, FCC 14 ലാറ്റീസ് പോയിൻറ്റ്സ്. നെക്സ്റ്റ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. ഓരോ യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം സിമ്പിൾ ക്യൂബിക് 1, BCC 2, FCC 4, HCP 6. കോർഡിനേഷൻ നമ്പർ സിമ്പിൾ ക്യൂബിക് 6, BCC 8, FCC 12, HCP 12. Next question, the molar mass of macromolecule determined by osmometry is m bar V, m bar N, m bar W, m bar V and m bar N. ആൻസർ ഓപ്ഷൻ ബി ആണ്, MN ബാർ. 3 ടൈപ്പ് ആവറേജ് മോളാർ മാസുകളാണ് ഒരു പോളിമേഴ്സിനുള്ളത്. നമ്പർ ആവറേജ് മോളാർ മാസ് MN ബാർ, വെയ്റ്റ് ആവറേജ് മോളാർ മാസ് MW ബാർ, തേർഡ് Z ആവറേജ് മോളാർ മാസ് MZ ബാർ. ഫസ്റ്റ് വൺ നമ്പർ ആവറേജ് മോളാർ മാസ് MN ബാർ. MN ബാർ ഈസ് ഈക്വൽ ടു സം ഓഫ് NiMi ഡിവൈഡഡ് ബൈ സം ഓഫ് Ni. ഇക്വേഷൻ വെച്ചും ക്വസ്റ്റ്യൻ വരാറുണ്ട്. MN ബാർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓസ്മോട്ടിക് പ്രഷർ അതുപോലെ തന്നെ സെഡിമെൻറ്റേഷൻ വെലോസിറ്റി കാൽക്കുലേഷൻ വഴി കിട്ടുന്നതാണ് MN ബാർ. സെക്കൻഡ് വൺ വെയ്റ്റ് ആവറേജ് മോളാർ മാസ് MW ബാർ. MW ബാർ ഈസ് ഈക്വൽ ടു സം ഓഫ് NiMi സ്ക്വയർ ഡിവൈഡഡ് ബൈ സം ഓഫ് NiMi. MW ബാർ വെയ്റ്റ് ആവറേജ് മോളാർ മാസ് ലൈറ്റ് സ്കാറ്ററിംഗ് മെത്തേഡ് അതുപോലെ സെഡിമെൻറ്റേഷൻ ഇക്വിലിബ്രിയം മെത്തേഡ് വഴിയും നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് MW ബാർ. ലൈറ്റ് സ്കാറ്ററിംഗ് മെത്തേഡിന് അത് ഒരു വർഷം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. തേർഡ് വൺ Z ആവറേജ് മോളാർ മാസ് MZ ബാർ. MZ ബാർ ഈസ് ഈക്വൽ ടു സം ഓഫ് NiMi ക്യൂബ് ബൈ സം ഓഫ് NiMi സ്ക്വയർ. അപ്പോൾ ഇക്വേഷൻസും അത് ഏത് വഴിയാണ് ഇത് കണ്ടെത്തുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് ഈ ഒരു പോളിമേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് PDI. പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു MW ബാർ ബൈ MN ബാർ. വെയ്റ്റ് ആവറേജ് മോളാർ മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ആവറേജ് മോളാർ മാസ് ആണ് പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ്.
പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് വാല്യൂ നോക്കിയിട്ട് തന്നിട്ടുള്ളത് നാച്ചുറൽ പോളിമർ ആണോ സിന്തറ്റിക് പോളിമർ ആണോ എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. ഫോർ നാച്ചുറൽ പോളിമേഴ്സ് പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് ഈക്വൽ ടു 1, അതായത് PDI 1 ആവണമെങ്കിൽ നമുക്കറിയാം MW/Mn എന്ന ഇക്വേഷനിൽ 1 എന്ന് കിട്ടണമെങ്കിൽ MW ഈസ് ഈക്വൽ ടു Mn. വെയിറ്റ് ആവറേജ് മോളാർ മാസും നമ്പർ ആവറേജ് മോളാർ മാസും ഈക്വൽ ആകുമ്പോഴാണ് പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് 1 ആവുന്നത്. നാച്ചുറൽ പോളിമേഴ്സ് ആണ്. സിന്തറ്റിക് പോളിമേഴ്സ് പോളി ഡിസ്പേഴ്സിറ്റി ഇൻഡെക്സ് ഗ്രേറ്റർ ദാൻ 1, നമുക്ക് ഗ്രേറ്റർ ദാൻ 1 വാല്യൂ കിട്ടണമെങ്കിൽ MW ഗ്രേറ്റർ ദാൻ Mn ആവണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസും എക്സാമിന് വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. Mn3 offer is inverse spinal, CO3 offer is normal spinal, Fe3 offer is normal spinal, none of these. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തണം. സ്പൈനൽസിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. CO3 offer is normal spinal. 3 ടൈപ്പ് സ്പൈനൽസ് ആണുള്ളത്. ഒക്ടാഹെഡ്രൽ വോയിഡ് ആണോ ടെട്രാഹെഡ്രൽ വോയിഡ് ആണോ പ്രിഫർ ചെയ്യുന്നതെന്നനുസരിച്ച് സ്പൈനൽസ് 3 ടൈപ്പ് ഉണ്ട്. നോർമൽ, ഇൻവേഴ്സ് ആൻഡ് മിക്സഡ്. അപ്പോൾ ഇവിടെ എക്സാമിന് വേണ്ടിയിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ടേബിൾ ആക്കിയിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. Fe3 offer inverse spinal, MgL2 offer normal, FeCr2 offer normal, ZnFe2 offer normal, MnFe2 offer mixed, MgFe2 offer mixed. COFE2 offer inverse, FeFe2 offer inverse, NiFe2 offer inverse, Mn3 offer normal. Next question, the absorption of ultraviolet radiations by molecules generally causes dash transition: rotational, vibrational, electronic, vibrational accompanied by rotational. ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ്. അൾട്രാവയലറ്റ് റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ ആണ് നടക്കുന്നത്. സ്പെക്ട്രോസ്കോപ്പിയിലെ മെയിൻ പോയിൻറ്റ്സ് നോക്കാം. മാസ് സ്പെക്ട്രോസ്കോപ്പി മോളിക്കുലാർ വെയിറ്റ് ഡിറ്റർമിനേഷനാണ് യൂസ് ചെയ്യുന്നത്. IR spectroscopy or vibrational spectroscopy used for identification of functional groups. Microwave or rotational spectroscopy used for bond length calculation and dipole moment calculation. ESR or EPR is used for free radical study. NMR is used the gadolinium 3+ is used as NMR contrasting agent. NMR contrasting agent is gadolinium 3+. അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ യൂസ് ചെയ്യുന്നത് അയണൈസേഷൻ എനർജി കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. അതുകൂടി ഒന്ന് ഓർത്തിരിക്കുക. ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി യൂസ്ഡ് ഫോർ അയണൈസേഷൻ എനർജി കാൽക്കുലേഷൻ. അതുപോലെ തന്നെ NMR നമ്മൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൻ്റെ പ്രസൻസ് അറിയാൻ വേണ്ടിയിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് കാൽക്കുലേഷന് വേണ്ടിയിട്ടും NMR യൂസ് ചെയ്യാറുണ്ട്. ഓരോ സ്പെക്ട്രോസ്കോപ്പിയുടെയും റേഡിയേഷൻ ഏതാണെന്ന് നോക്കാം. എക്സ്റേ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി എക്സ്റേ ആണ് യൂസ് ചെയ്യുന്നത്. UV വിസിബിൾ അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി UV വിസിബിൾ റേഡിയേഷൻ ആണ്. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്നും ഇതിനെ പറയാറുണ്ട്. IR അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി IR റേഡിയേഷൻ. മൈക്രോവേവ് അബ്സോർപ്ഷൻ സ്പെക്ട്രോസ്കോപ്പി മൈക്രോവേവ് ഓർ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആണ് മൈക്രോവേവ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ IR ഓർ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി IR റേഡിയേഷൻ ആണ് വൈബ്രേഷണൽ ട്രാൻസിഷൻ നടക്കുന്നത്. മൈക്രോവേവ് റൊട്ടേഷൻ ആണ്. UV വിസിബിൾ ഇലക്ട്രോണിക് ആണ്. ESR ഓർ EPR സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യുന്നത് റേഡിയോ വേവ് ആണ്. NMRും റേഡിയോ വേവ് ആണ്. മോസ്ബെയർ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗപ്പെടുത്തുന്നത് ഗാമ റേ റേഡിയേഷൻ ആണ്. എക്സാമിന് സ്പെക്ട്രോസ്കോപ്പി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്നൊന്നുകിൽ ഏത് റേഡിയേഷനാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ട്രാൻസിഷനാണ്, അതല്ലെങ്കിൽ അത് സ്പെക്ട്രോസ്കോപ്പി ആക്റ്റീവാണോ ഇനാക്റ്റീവാണോ, അതും അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നത് അത് എന്തിൻ്റെ സ്റ്റഡിക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റിക്സ് നമ്പർ ഫോർ B2H6 ഈസ്. സ്റ്റിക്സ് നമ്പർ കാൽക്കുലേഷനാണ്.
നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റിക്സ് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. B2H6നെ BHP-HQ ഫോമിലേക്ക് എഴുതണം. BH2H4 എന്ന് വരും. ഇവിടെ P എന്ന് പറയുന്നത് 2 ആണ്, Q എന്ന് പറയുന്നത് 4 ആണ്. ഇനി സ്റ്റിക്സ് കോഡിലെ ഓരോ ലെറ്റർ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. S = Q/2 to Q, T = P - S, Y = S - X/2, X = Q - S. ഇത് ഈ ഇക്വേഷൻസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്റ്റിക്സ് കോഡുകളാണ് 2002, 3 - 1 11, 4220. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ലീസ്റ്റ് പോസിറ്റീവ് ടി വാല്യൂ, ഏറ്റവും കുറഞ്ഞ പോസിറ്റീവ് വിലയുള്ള ടി വാല്യൂ സെറ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്തായാലും 3 - 1 11 വരില്ല, കാരണം ടി വാല്യൂ നെഗറ്റീവാണ്. 4220യും സെലക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഹയസ്റ്റ് ടി വാല്യൂ വരുന്ന കേസാണത്. അതുകൊണ്ട് ലീസ്റ്റ് പോസിറ്റീവ് ടി വാല്യൂ സെറ്റ് എന്ന് പറയുന്നത് 2002 ആണ്. ആൻസർ വരുന്നത് 2002. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്ട്രക്ചർ ഓഫ് പോളിഹെഡ്രൺ ഓഫ് ദ കാർബറൈൻ ക്ലസ്റ്റർ C2B4H6 ബേസ്ഡ് ഓൺ വെയ്റ്റ്സ് റൂൾ. വെയ്റ്റ്സ് റൂളിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് C2B4H6 എന്ന കാർബറൈൻ ക്ലസ്റ്ററിൻ്റെ സ്ട്രക്ചറാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. C2B4H6നെ നമ്മൾ ബോറോൺ ഹൈഡ്രൈഡ്, ബോറൈൻസിൻ്റെ ഫോർമുലയിലേക്ക് മാറ്റണം. ഒരു കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ 6 ഇലക്ട്രോൺ ആണ്. അതായത് 1 ബോറോൺ ആറ്റം ഒരു ഹൈഡ്രജൻ ആറ്റം കൂടുമ്പോഴാണ് 6 ഇലക്ട്രോൺ ആവുന്നത്. അപ്പോൾ ഒരു കാർബൺ എന്ന് പറഞ്ഞാൽ ഒരു BH യൂണിറ്റ് ആണ്. അപ്പോൾ കാർബണിന് പകരം നമ്മൾ BH എന്ന് എഴുതണം. C2 എന്ന സ്ഥാനത്ത് BH2 എന്ന് വരും. BH2B4H6. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 6 ബോറോൺ ആറ്റം, 8 ഹൈഡ്രജൻ ആറ്റം. ഇനി നമുക്കറിയാവുന്ന ഫോർമുലയുണ്ട്. BnHn2 - BnHn+4, BnHn+6 ആ രീതിയിൽ അതിലേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് B6H8നെ B6H6+2 എന്ന് എഴുതാം. അങ്ങനെ ഒരു ഫോർമുല ഇല്ല. അപ്പോൾ ആ +2 എന്നുള്ളതിനെ നമ്മൾ പവറായിട്ട്, ചാർജായിട്ട് എഴുതാം. അപ്പോൾ B6H6 2- എന്ന് വരും. ഇത് BnHn2- ഫോർമുലയാണ്. അതുകൊണ്ട് ക്ലോസോ കാർബറൈൻ ആണെന്ന് പറയാം. ആൻസർ ക്ലോസോ കാർബറൈൻ. നെക്സ്റ്റ് വൺ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ ഫോർ സീസസ് സോൾട്ട്. സീസസ് സോൾട്ടിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. നോട്ട് ട്രൂ ഫോർ സീസസ് സോൾട്ട്. Platinum is 4 coordinated. Ethylene molecule retains its original planarity in the complex. The hybridization of platinum is dsp2. The hapticity of ethylene is 2. അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ്. എത്തിലീൻ മോളിക്യൂൾ റീറ്റെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ പ്ലാനാരിറ്റി ഇൻ ദി കോംപ്ലക്സ്. ബാക്കി തന്നതെല്ലാം സീസസ് സോൾട്ടിനെ സംബന്ധിച്ച് ട്രൂ ആണ്. സീസസ് സോൾട്ട് ട്രൈക്ലോറോ എത്തിലീൻ പ്ലാറ്റിനേറ്റ് 2 ആണ് സീസസ് സോൾട്ട്. KPtCl3C2H4H2O. ഈറ്റ2 എത്തിലീൻ ലിഗാൻഡ്, ഹാപ്റ്റിസിറ്റി 2 ആയിട്ടുള്ള എത്തിലീൻ ലിഗാൻഡ് ആണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ പ്ലാറ്റിനം 2+ ആണ്, സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആണ്, ഡയാമാഗ്നറ്റിക് ആണ്, DsP2 ഹൈബ്രിഡൈസേഷൻ ആണ്, 16 ഇലക്ട്രോൺ കോംപ്ലക്സ് കൂടിയാണ് സീസസ് സോൾട്ട്. അതിൽ എത്തിലീൻ പ്ലാനാരിറ്റി റീറ്റേൺ ചെയ്യുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള കാര്യം. സീസസ് സോൾട്ടിനെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ കൂടി കാണാറുണ്ട്. സീസസ് സോൾട്ടിലെ എത്തിലീൻ ലിഗാൻഡിൻ്റെ ഹാപ്റ്റിസിറ്റി എത്രയാണെന്ന് ഓർത്തിരിക്കുക. ഹാപ്റ്റിസിറ്റി 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ d orbitals on the rhenium atoms suitable for making delta bond in Re2Cl8 is. അതായത് Re2Cl8 റീനിയം ആറ്റം ഏത് ഡി ഓർബിറ്റലിലാണ് ഡെൽറ്റ ബോണ്ട് ഫോം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ Re2Cl8 നമുക്കറിയാം ഒരു ക്വാഡ്രപ്പിൾ ബോണ്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് DXY ഓർബിറ്റലാണ്. Re2Cl8 ക്വാഡ്രപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആണ്. ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യുന്ന കേസിലാണ് നമ്മൾ ക്വാഡ്രപ്പിൾ ബോണ്ട് എന്ന് പറയുന്നത്. ഡെൽറ്റ ബോണ്ട് ഫോം ചെയ്യുന്നത് DXY ഓർബിറ്റലിലാണ്. Re2Cl8 സംബന്ധിച്ചുള്ള പോയിൻറ്റ്സ് നോക്കാം. ക്വാഡ്രപ്പിൾ ബോണ്ടഡ് ആണ്, ഡെൽറ്റ ബോണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ആണ്, ബോണ്ട് ഓർഡർ 4 ആണ്, ഡയാമാഗ്നറ്റിക് ആണ്. സ്ക്വയർ പ്ലാനാർ ആണെങ്കിൽ അത് ഡയാമാഗ്നറ്റിക് ആയിരിക്കും.
ബോണ്ടിങ് ഏതൊക്കെ ഓർബിറ്റൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. DXY അതായത് രണ്ട് മെറ്റൽ ഓർബിറ്റൽസ് ആണ്. DXY ഓർബിറ്റലിലാണ് ഡെൽറ്റ ബോണ്ട്. DZ² ഓർബിറ്റലാണ് സിഗ്മ ബോണ്ടിങ്. DXZ DYZ ആണ് 2π ഓർബിറ്റൽ. സിഗ്മ 2π ഡെൽറ്റ, ഡെൽറ്റ സ്റ്റാർ 2π സ്റ്റാർ, സിഗ്മ സ്റ്റാർ ഓർബിറ്റൽസ് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം സിഗ്മ ഫില്ലായതിന് ശേഷം മാത്രമേ 2πയിലേക്ക് പോകൂ. അത് കഴിഞ്ഞിട്ടാണ് ഡെൽറ്റ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺസ് ഫില്ലാവുന്നത്. അതിന് തൊട്ട് മുകളിൽ ഡെൽറ്റ സ്റ്റാർ, 2π സ്റ്റാർ, സിഗ്മ സ്റ്റാർ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ് ആണ്. ഇനി നമുക്ക് Re2Cl8 2- ക്വാഡ്രപ്പിൾ ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ റീനിയത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണണം. റീനിയം രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ ആദ്യം ഒരെണ്ണത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണും. 2x, റീനിയത്തിന് നമ്മൾ x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 2x മൈനസ് ക്ലോറിൻ -8 ഈക്വൽ ടു -2 എന്ന് വരും. അതിൽ നിന്ന് റീനിയത്തിൻ്റെ 1 റീനിയം ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് +3 എന്ന് കിട്ടും. അപ്പോൾ റീനിയം +3 ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ 2 റീനിയം എന്ന് പറയുമ്പോൾ ഒരു റീനിയത്തിൽ +3 ചാർജ്. അതുപോലെ തന്നെ നമുക്കറിയാം റീനിയം D5S2 ആണ്, മാംഗനീസിൻ്റെ ഗ്രൂപ്പാണ്. D5S2 7 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ Re3+ എന്ന് പറയുമ്പോൾ D4 ആവും, 4 ഇലക്ട്രോൺസ്. അപ്പോൾ 2 റീനിയം ഉണ്ട്. 2 റീനിയം 3+ എന്ന് പറയുമ്പോൾ 80 ഇലക്ട്രോൺസ് ആണ് അതിലുണ്ടാവുക. ആദ്യത്തെ റീനിയത്തിൽ 4 ഇലക്ട്രോൺസ്, അടുത്തത് 4, ടോട്ടൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 80 ഇലക്ട്രോൺസിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിഗ്മ 2π ഡെൽറ്റ, ഡെൽറ്റ സ്റ്റാർ 2π സ്റ്റാർ, സിഗ്മ സ്റ്റാർ ഓർബിറ്റൽസിൽ നമുക്ക് ഫില്ല് ചെയ്യണം. സിഗ്മയിൽ 2 എണ്ണം വരും. 2π 2 ഓർബിറ്റൽസ് ഉണ്ട്. പൈ ഓർബിറ്റൽസ് 2 എണ്ണം ഉണ്ട് 2π. അതിൽ 4, ബാക്കിയുള്ള 2 എണ്ണം ഡെൽറ്റ ഓർബിറ്റലിലേക്കാണ് പോകുന്നത്. ഡെൽറ്റ ബോണ്ടിങ് ഉണ്ട്, 2 ഇലക്ട്രോൺസ്. ആദ്യത്തെ റീനിയത്തിൻ്റെ DXYയും രണ്ടാമത്തെ റീനിയത്തിൻ്റെ DXY ഓർബിറ്റൽസ് തമ്മിൽ ഡെൽറ്റ ബോണ്ടിങ് ഉണ്ട്. ക്വാഡ്രപ്പിൾ ബോണ്ടഡ് ആണ്. ഇവിടെ നമുക്ക് ബോണ്ട് ഓർഡർ നമ്മൾ പഠിച്ച രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ½ ഇൻറ്റു ബോണ്ടിങ് ഓർബിറ്റൽ മൈനസ് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽ. ബോണ്ടിങ് ഓർബിറ്റൽ 8 എണ്ണം ഉണ്ട്. അപ്പോൾ ½ ഇൻറ്റു 8 മൈനസ് ആൻറ്റി ബോണ്ടിങ് 0 ആൻറ്റി ബോണ്ടിങ് 0 വരും. ½ ഇൻറ്റു 8 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ റീനിയം Re2Cl8 2- ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 4 ആണ്. നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത രീതിയിൽ നമുക്ക് ഏത് കോംപ്ലക്സിൻ്റെയും ക്വാഡ്രപ്പിൾ ബോണ്ടഡ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡെൽറ്റ ബോണ്ട് ഇൻവോൾവ് ആണെങ്കിൽ മാത്രമേ അത് ക്വാഡ്രപ്പിൾ ബോണ്ടഡ് ആവുന്നുള്ളൂ. അതുപോലെ ഈ ഭാഗത്ത് നമ്മൾ മുന്നേ പഠിച്ച ഡെൽറ്റ ബോണ്ട് ഏത് ഓർബിറ്റലിൽ, സിഗ്മ ബോണ്ട് ഏത് ഓർബിറ്റലിൽ, പൈ ബോണ്ടിങ് ഏത് ഓർബിറ്റലിൽ എന്നുള്ളത് പഠിച്ചു വെക്കുക. 2 പൈ ബോണ്ട് ഉണ്ട്, ഒരു സിഗ്മ, ഒരു ഡെൽറ്റ. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. തന്ന കോംപ്ലക്സ് ക്വാഡ്രപ്പിൾ ബോണ്ടഡ് ആണോ എന്ന് നോക്കാം. MO2 HPO4 4 times 2-. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മോളിബ്ഡിനം മെറ്റൽ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ഒരെണ്ണത്തിൻ്റെ കാണുക. അതിനുശേഷം 2 അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് കാണുക. അതിനുശേഷം 2 എണ്ണത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കുക. എന്നിട്ട് സിഗ്മ 2π ഡെൽറ്റ ആ ഓർഡറിൽ ഫില്ലിംഗ് ആക്കുക. എന്നിട്ട് അതിൽ ഡെൽറ്റ ബോണ്ടിങ്, അതായത് ഡെൽറ്റ ഓർബിറ്റൽ DXYയിൽ ഇലക്ട്രോൺസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഉണ്ടെങ്കിൽ ക്വാഡ്രപ്പിൾ ബോണ്ടഡ് ആണ്. അതിൽ നിന്ന് നമുക്ക് ബോണ്ട് ഓർഡറും ഡയാമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇപ്പോൾ മോളിബ്ഡിനം X, നമുക്ക് ഓക്സിഡേഷൻ നമ്പർ അറിയില്ല. അപ്പോൾ X എന്ന് കൊടുത്തു. 2x മൈനസ് HPO4 2 ആണ്. ഇവിടെ 4 ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു 4 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2. HPO4 -2 ചാർജാണ്. അതുകൊണ്ടാണ് -2 ഇൻറ്റു 4 എന്ന് എഴുതിയത്. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2x - 8 ഈക്വൽ ടു -2, 2x ഈക്വൽ ടു +6 എന്ന് കിട്ടും. x ഈക്വൽ ടു +3. അതായത് x എന്ന് പറഞ്ഞ മോളിബ്ഡിനം ആയിരുന്നു. ഒരു മോളിബ്ഡിനത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ്. മോളിബ്ഡിനം D4S2 സിസ്റ്റാണ്. ക്രോമിയം ഗ്രൂപ്പാണ്. ക്രോമിയം നമുക്കറിയാം D4S2 സിസ്റ്റാണ്. അപ്പോൾ മോളിബ്ഡിനവും D4S2 സിസ്റ്റാണ്. MO3+ എന്ന് വരുമ്പോൾ 3 ഇലക്ട്രോൺസ് അതിൽ നിന്നും കുറയും. അപ്പോൾ D3S0 എന്ന് വരും. അപ്പം ഒരു മോളിബ്ഡിനം 3+ൽ 3 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 2 മോളിബ്ഡിനം 3+ൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഈ 6 ഇലക്ട്രോൺസിനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സിഗ്മയിൽ 2 ഇലക്ട്രോൺസ്, 2 പൈ ഓർബിറ്റൽസ് ഉണ്ട്, 2ലും കൂടി 4. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള 6 ഇലക്ട്രോൺസ് തീർന്നു. ഡെൽറ്റയിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല.
അതുകൊണ്ട് ഡെൽറ്റ ബോണ്ട് ഫോർമേഷൻ ഇല്ല. MO2 HPO4 4 ടൈംസ് 2- എന്ന് പറയുന്നത് ക്വാഡ്രപ്ലി ബോണ്ടഡ് അല്ല. കാരണം 1 സിഗ്മ 2 പൈ 0 ഡെൽറ്റ ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ ക്വാഡ്രപ്പിൾ ബോണ്ടഡ് ടൈപ്പ് അല്ല. നമ്മളിപ്പോൾ ചെയ്ത രീതിയിൽ നമുക്ക് ഏത് മെറ്റൽ കോംപ്ലക്സും ക്വാഡ്രപ്പിൾ ബോണ്ടഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഓക്സിഡേഷൻ നമ്പർ കണ്ട് അതിലുള്ള ഇലക്ട്രോൺസ് കണ്ട് ഓരോ ഓർബിറ്റലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് ശേഷം ഡെൽറ്റ ബോണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 1/2 ബോണ്ടിങ് ഇലക്ട്രോൺസ് 6 ആണ്, ആൻറ്റിബോണ്ടി 0 ആണ്. അപ്പോൾ നമുക്ക് കിട്ടും ബോണ്ട് ഓർഡർ = 3 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹാപ്റ്റിസിറ്റി is shown by C5H5 ring in the molecule TiC5H5 4 times is or are. അതായത് TiC5H5 4 ടൈംസിലെ C5H5 റിങ്ങിൻ്റെ ഹാപ്റ്റിസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം TiC5H5 4 ടൈംസ് എന്നൊരു കോംപ്ലക്സ് ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. സ്റ്റെബിലിറ്റി നമ്മൾ പറയുന്നത് 18 ഇലക്ട്രോൺ റൂളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. 18 ഇലക്ട്രോൺസ് ഉള്ള കോംപ്ലക്സ് സ്റ്റേബിൾ, അതിൽ കുറവുള്ളതും കൂടുതലുള്ളതും സ്റ്റേബിൾ അല്ല. സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ ആണ് ചൂസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയും ചെയ്യേണ്ടത് ഈ ഒരു കോംപ്ലക്സിൽ 18 ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഹാപ്റ്റിസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് എങ്ങനെ അതിനെ 18 ഇലക്ട്രോൺസിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഒരു ലിഗാൻഡ് ഹാപ്റ്റിസിറ്റി ഉള്ളൊരു ലിഗാൻഡ് ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹാപ്റ്റിസിറ്റി തന്നെ ആയിരിക്കും. TiC5H5 4 ടൈംസ് 18 ഇലക്ട്രോൺസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ആദ്യം ഓരോന്നിൻ്റെയും മെറ്റലിൻ്റെ കോൺട്രിബ്യൂഷൻ. ടൈറ്റാനിയം നമുക്കറിയാം, ടൈറ്റാനിയം D4 സിസ്റ്റാണ് അല്ലേ. സ്കാൻഡിയം D3, ടൈറ്റാനിയം D4, അങ്ങനെ സിങ്ക് വരുമ്പോൾ 12 ആവും. നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ടൈറ്റാനിയം D4 4 ഇലക്ട്രോൺ കോൺട്രിബ്യൂഷനാണുള്ളത്. നമുക്കിനി ലിഗാൻഡ് കോൺട്രിബ്യൂഷൻ നോക്കാം. C5H5 ആണ് ലിഗാൻഡ്. അതിൻ്റെ ഹാപ്റ്റിസിറ്റി 5 ആണെങ്കിൽ നമുക്ക് നോക്കാം. 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ആ 4 എണ്ണത്തിന് 5 ആണെങ്കിൽ നമുക്കറിയാം 20 വരും. അങ്ങനെ 20 + ടൈറ്റാനിയം 4 24 വരും. അപ്പോൾ അത് സാധ്യമല്ല. അപ്പോൾ നമുക്ക് 4 η5 C5H5നെ ഒരു η2ഉം അതുപോലെ ഒരു η5ഉം ഹാപ്റ്റിസിറ്റി ആയിട്ട് കണക്കാക്കാം. അതായത് C5H5ൽ 2 തരം ഹാപ്റ്റിസിറ്റി ഉണ്ട്. η2 ഹാപ്റ്റിസിറ്റിയും η5 ഉണ്ടെന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഈ 4 എണ്ണത്തിന് നമുക്ക് 2 എണ്ണം വീതമായിട്ട് വിഭജിക്കാം. η2 ഹാപ്റ്റിസിറ്റി ഉള്ള 2 എണ്ണവും η5 ഹാപ്റ്റിസിറ്റി ഉള്ള 2 എണ്ണം, അങ്ങനെ ടോട്ടൽ 4 C5H5 ലിഗാൻഡ് ആവും. അപ്പോൾ η2 ഹാപ്റ്റിസിറ്റി ആണെങ്കിൽ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 ആണ്. ഇവിടെ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 × 2 ടോട്ടൽ 4 ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അതുപോലെ 1 η5 C5H5ന് 5 ആണ് ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ. ഹാപ്റ്റിസിറ്റി എത്രയാണോ അത്രയാണ് അതിൻ്റെ ഇലക്ട്രോൺ കോൺട്രിബ്യൂഷൻ. അപ്പോൾ 2 η5 C5H5 എന്ന് പറയുമ്പോൾ 2 × 5 10 എന്ന് വരും. ഇനി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ടൈറ്റാനിയം 1 ടൈറ്റാനിയം 4 2 η2 C5H5 4 2 η5 C5H5 10 18 ഇലക്ട്രോൺസ് എന്ന് വരും. അപ്പോൾ നമുക്കതിൽ നിന്ന് മനസ്സിലായത് T5C5H5 4 ടൈംസിൽ η2 ഹാപ്റ്റിസിറ്റിയും η5 ഹാപ്റ്റിസിറ്റി ഉള്ള ലിഗാൻസ് ഉണ്ട്. 2 η2ഉം 2 η5 ഹാപ്റ്റിസിറ്റി ഉള്ള ലിഗാൻഡാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ η2 ആൻഡ് η5 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the catalyst used for the conversion of ethylene to acetaldehyde. എത്തിലീനെ അസറ്റാൽഡിഹൈഡ് ആക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? അപ്പോൾ നമ്മൾ മുന്നേ കാറ്റാലിറ്റിക് റിയാക്ഷൻസ് പഠിച്ചിരുന്നു. വിൽക്കിൻസൺ കാറ്റലിസ്റ്റ് ഉണ്ട്, PdCl2 CuCl2 ഉണ്ട്, CO2 CO8 ഉണ്ട്, ALET ത്രൈസ് TiCl4 ഉണ്ട്. അതിൽ ആൻസർ വരുന്നത് ആൽക്കീനിൽ നിന്ന് ആൽഡിഹൈഡ് ഉണ്ടാക്കണമെങ്കിൽ PdCl2 ബാർ CuCl2 ആണ് നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഹൈഡ്രോഫോർമൈലേഷൻ റിയാക്ഷൻ ഉണ്ട്. ഹൈഡ്രോഫോർമൈലേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സോസിന്തസിസ് ആണ്, പ്രൊഡക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ഫ്രം ഒലിഫിൻസ്. നമുക്ക് ആൽക്കീനിൽ നിന്ന് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് കിട്ടും. അടുത്തത് ആൽക്കീൻ പോളിമറൈസേഷൻ ആണ്. സീഗ്ലർ നാട്ട കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ ആൽക്കീൻ പോളിമറൈസേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. TiCl4 ആൻഡ് AlC2H5 ത്രൈസ് ആണ് ഇവിടുത്തെ കാറ്റലിസ്റ്റ്. നെക്സ്റ്റ് റിയാക്ഷൻ വാക്കർ ഓക്സിഡേഷൻ ആണ്. വാക്കർ ഓക്സിഡേഷൻ
കോപ്പർ 2+ ആണ് കാറ്റലിസ്റ്റ്. അതുപോലെ തന്നെ പലേഡിയം 2+ കാറ്റലിസ്റ്റ്. PdCl4 2- CuCl2 ഇതാണ് ഇവിടുത്തെ കാറ്റലിറ്റിക് സ്പീഷീസ്. ആൽക്കീനെ ഓക്സിഡേഷൻ നടത്തിയിട്ട് ആൽഡിഹൈഡ് കിട്ടുന്ന റിയാക്ഷനാണ് വാക്കർ ഓക്സിഡേഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് തന്നെയാണ്, PdCl4 2- CuCl2. അടുത്തത് മോൺസാൻഡോ അസറ്റിക് ആസിഡ് പ്രോസസ് ആണ്. മാനുഫാക്ചർ ഓഫ് അസറ്റിക് ആസിഡ് ബൈ കാറ്റലിറ്റിക് കാർബോണിലേഷൻ ഓഫ് മെത്തനോൾ. കാറ്റലിസ്റ്റ് യൂസ്ഡ് ഈസ് RHCO2I2-. ഇത്രയുമാണ് കാറ്റലിറ്റിക് റിയാക്ഷൻസ്. പഠിച്ചു വെക്കുക. അടുത്തത് ദ മെറ്റൽ പ്രസൻറ്റ് ഇൻ നൈട്രോജിനേസ്. നൈട്രോജിനേസിൽ എൻസൈമിലുള്ള മെറ്റൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബയോ ഇനോർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് അയൺ ആൻഡ് മോളിബ്ഡിനം. സിസ്പ്ലാറ്റിൻ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ഗഡോലിനിയം 3+, NMR കോൺട്രാസ്റ്റ് ഏജൻറ്റ്, Mg2+, പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ. ഫോട്ടോസിന്തസിസ്, മഗ്നീഷ്യം ക്ലോറോഫിൽ ഇൻ ഫോട്ടോസിസ്റ്റം ആൻഡ് മാംഗനീസ് ആസ് എ പാർട്ട് ഓഫ് ഓക്സിജൻ ഇവോൾവിംഗ് കോംപ്ലക്സ്. ബ്ലഡ് കൊയാഗുലേഷൻ, കാൽഷ്യം 2+, വൈറ്റമിൻ B12, കോബാൾട്ട് 3+, നൈട്രജൻ ഫിക്സേഷൻ, നൈട്രോജിനേസ്. നൈട്രോജിനേസ് എന്ന എൻസൈം നൈട്രജൻ ഫിക്സേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മോളിബ്ഡിനം, അയണ്, വനേഡിയം. നമ്മുടെ ഓപ്ഷനിൽ മോളിബ്ഡിനവും അയണും ഉള്ളൂ. സൈറ്റോക്രോം അയണ്, മെറ്റലോത്തയണി സിങ്ക്, കാർബോക്സി പെപ്റ്റിഡേസ് ആൻഡ് അൺഹൈഡ്രേസ് സിങ്ക്, ഹീമോസൈനിൻ കോപ്പർ, ഹീമോഗ്ലോബിൻ Fe2+, മയോഗ്ലോബിൻ Fe2+, ഡയോക്സിജൻ ട്രാൻസ്പോർട്ട്, അയൺ ആൻഡ് കോപ്പർ, സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, കോപ്പർ ആൻഡ് സിങ്ക്. ഇതുകൂടാതെ ഒരു പോയിന്റ് കൂടിയുണ്ട്, വിൽസൺസ് ഡിസീസ് ആൻറ്റി കോപ്പർ ഏജൻറ്റ് ടെട്രാ തയോമോളിബ്ഡേറ്റ്. മോളിബ്ഡിനമാണ് വിൽസൺസ് ഡിസീസ് അല്ലെങ്കിൽ ആൻറ്റി കോപ്പർ ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൂടി ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് വാസ്കാസ് കോംപ്ലക്സ്? വാസ്കാസ് കോംപ്ലക്സ് നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ട്രാൻസ് IR-PP-H3 ടോയ്സ് COCl. കാർബണയിലാണ് COCl. ഇതാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ള വാസ്കാസ് കോംപ്ലക്സ്. അപ്പോൾ അറിഞ്ഞിരിക്കുക, വാസ്കാസ് കോംപ്ലക്സ് ട്രാൻസ് ആണ്, അതുപോലെ ഇറിഡിയം കോംപ്ലക്സ് ആണ്. വാസ്കാസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് ട്രാൻസ് IRCl PC6H5 ത്രൈസ് ടോയ്സ് ആണ്, ഹോൾ ടോയ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ C6H5 ത്രൈസിന് പകരം PP-H3 ടോയ്സ് CO എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓർത്തിരിക്കുക, വാസ്കാസ് കോംപ്ലക്സ് ഇറിഡിയം കോംപ്ലക്സ് ആണ്, ട്രാൻസ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ സ്ക്വയർ പ്ലാനാർ ആണ്. നമുക്കറിയാം, സ്ക്വയർ പ്ലാനാർ ആണെങ്കിൽ ഡയമാഗ്നറ്റിക് ആയിരിക്കും. ബൈൻഡ്സ് റിവേഴ്സിബിളി, സൈഡ് ഓൺ ബൈൻഡിങ് ടു ഓക്സിജൻ. ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ബൈൻഡിങ് ടു ഓക്സിജൻ ആണ്. വാസ്കാസ് കോംപ്ലക്സ് ചെയ്യുന്നത് ബൈൻഡ്സ് റിവേഴ്സിബിളി ടു ഓക്സിജൻ. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് ഓർഡർ ഓഫ് ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഇൻ എ സ്ക്വയർ പ്ലാനാർ ഫീൽഡ്. ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിങ്, സ്ക്വയർ പ്ലാനാർ, അതുപോലെ സ്ക്വയർ പിരമിഡൽ, ഇതിലൊക്കെ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്താണെന്നുള്ളത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. സ്ക്വയർ പ്ലാനാർ ആണെങ്കിൽ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിങ്ങിൻ്റെ ഓർഡർ dx² - y² > dxy > dz² > dxz = dyz. ഇനി സ്ക്വയർ പിരമിഡലാണെങ്കിൽ ചെറിയ മാറ്റം വരും. dx² - y² > dz² > dxy > dxz = dyz. ട്രയഗണൽ പ്ലാനാർ ആണെങ്കിൽ dx² - y² = dxy > dz² > dxz = dyz. ട്രയഗണൽ ബൈപിരമിഡൽ ഇതിൽ നിന്ന് ചെറിയ മാറ്റേ ഉള്ളൂ. dz² > dx² - y² = dxy > dxz = dyz. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. നമുക്കൊരു ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തത്, സിൻഡിൽ അയോൺസ് എമംഗ് ദ ഫോളോയിങ് ആർ. സിൻഡിൽ അയോൺ എമംഗ് ദ ഫോളോയിങ് ആർ. ആൻസർ 2, 3, 4. സി ആണ് ആൻസർ. സിൻഡിൽ അയോൺസ് എന്ന് പറഞ്ഞാൽ അയോണിക് ക്ലസ്റ്റേഴ്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിലെ അയോണിക് ക്ലസ്റ്റേഴ്സ് ആണ് സിൻഡിൽ അയോൺസ്.
എക്സാമ്പിളായിട്ട് വരുന്നത് PB5 2+, SN5 2-, SB4 2-, etc. ഇതെല്ലാം സിംഗിൾ അയോൺസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോർഡിനേഷൻ നമ്പർ ഓഫ് സിങ്ക് ബ്ലെൻഡ് ZnS ഈസ് 4:4, 6:6, 3:3, 6, 8:4. 4:4 ആണ് ഓപ്ഷൻ എ. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം. സോഡിയം ക്ലോറൈഡ് കോർഡിനേഷൻ നമ്പർ 6:6, വുഡ്സൈറ്റ് ZnFeS 4:4, വുഡ്സൈറ്റ് കോർഡിനേഷൻ നമ്പർ 4:4. അടുത്തത് കൊറണ്ടം അലുമിനിയം ഓക്സൈഡ് Al2O3 കൊറണ്ടം 6:4. നെക്സ്റ്റ് സീഷ്യം ക്ലോറൈഡ് 8:8, സിങ്ക് ബ്ലെൻഡ് ZnS 4:4, കാൽഷ്യം ഫ്ലൂറൈഡ് 8:4, റൂട്ടൈൽ TiO2 ടൈറ്റാനിയം ഡയോക്സൈഡ് 6:3, Na2O ആൻറ്റി ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ 4:8. നമ്മൾ നേരത്തെ പറഞ്ഞ കാൽഷ്യം ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ ആയിരുന്നു. Na2O ആൻറ്റി ഫ്ലൂറൈറ്റ് സ്ട്രക്ചർ 4:8. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഷെയർഡ് ഇൻ ദ സ്ട്രക്ചേഴ്സ് ഓഫ് ചെയിൻ ആൻഡ് സൈക്ലിക് സിലിക്കേറ്റ്സ് ആർ. സൈക്ലിക് സിലിക്കേറ്റ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ചെയിൻ ആൻഡ് സൈക്ലിക് സിലിക്കേറ്റ്സിൽ എത്ര ഓക്സിജൻ ആറ്റം ഷെയർ ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ആൻസർ വരുന്നത് സി ആണ്, 2 and 2. ടൈപ്സ് ഓഫ് സിലിക്കേറ്റ്സ് ഓർത്തോ SiO4 4-, നമ്പർ ഓഫ് ഓക്സിജൻ ഷെയറിങ് 0, പൈറോ സിലിക്കേറ്റ്സ് ആണെങ്കിൽ 1, സൈക്ലിക് ആണെങ്കിൽ 2, ചെയിൻ സിലിക്കേറ്റ്സിലും 2 ആണ്. കൂടാതെ കെമിക്കൽ ഫോർമുല കൂടി പഠിച്ചു വെക്കണം. ഷീറ്റ് ആണെങ്കിൽ 3 ഓക്സിജൻ ഷെയറിംഗ് ആണ്, 3 ഡയമെൻഷനിലാണെങ്കിൽ 4. അപ്പോൾ സിലിക്കേറ്റ്സിൻ്റെ ഭാഗത്ത് കൃത്യമായിട്ട് ഈ ഫോർമുലയും എത്ര ഓക്സിജൻ ഷെയറിംഗ് ആണെന്നുള്ളത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 18 അനുലീൻ ഈസ് ആരോമാറ്റിക്. ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ദ ഷീൽഡഡ് റീജിയൻ ഈസ്. 18 അനുലീൻ ആരോമാറ്റിക് ആണ്. എത്ര പ്രോട്ടോൺസ് ആണ് ഷീൽഡഡ് റീജിയനിലുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി 6 ആണ്. 18 അനുലീൻ്റെ സ്ട്രക്ചർ നോക്കുക. അതിൻ്റെ അകത്ത് ഷീൽഡഡ് ആയിട്ടുള്ള 6 പ്രോട്ടോൺസ് ആണുള്ളത്. ഇത് ആരോമാറ്റിക് ആണ്. ഷീൽഡിങ് ഇവിടെ ഇല്ല. ഷീൽഡഡ് പ്രോട്ടോൺസ് ഉണ്ടെങ്കിലും ഷീൽഡിങ് ഇല്ല. ബെൻസീൻ മുതലുള്ള ഹയർ റിംഗ് സ്ട്രക്ചേഴ്സ് ആണ് അനുലീൻസ്. എക്സാമിന് അരോമാറ്റിക് ആണോ ആൻറ്റി അരോമാറ്റിക് ആണോ എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ സ്ട്രക്ചർ വരച്ച് കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അനുലീൻസിൻ്റെ കേസിൽ ആരോമാറ്റിക് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണോ ആൻറ്റി അരോമാറ്റിക് ഏതൊക്കെയാണോ എന്നുള്ളത് പഠിച്ചു വെക്കുക. അനുലീൻസ് ആരോമാറ്റിക് ആയിട്ടുള്ളത് 6, 14, 18. 6 അനുലീൻ, 14 അനുലീൻസ്, 18 അനുലീൻസ് ആർ aromatic while 12 അനുലീൻ ഈസ് ആൻറ്റി aromatic. Next question, the number of alpha and beta particle emission involved in the transformation of uranium-238 to lead-206. അതായത് യുറേനിയം 238നെ lead 206 ആക്കി മാറ്റുമ്പോൾ അതിൽ എത്ര ആൽഫയും ബീറ്റ പാർട്ടിക്കിളാണ് എമിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. യുറേനിയം 238 lead 206 ആകുമ്പോൾ 8 ആൽഫയും അതുപോലെ 6 ബീറ്റ പാർട്ടിക്കിളുമാണ് എമിറ്റ് ചെയ്യുന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്, ബീറ്റ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് 8 ആൽഫ 6 ബീറ്റ, 8 ആൽഫ 6 ബീറ്റ ആണ്. ഇനി ഇതെങ്ങനെ പെട്ടെന്ന് കിട്ടി എന്നുള്ളത് നോക്കാം. അതിന് നമ്മൾ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ അറിയണം. അതായത് XAZ ആറ്റോമിക് നമ്പർ സെഡും മാസ് നമ്പർ എയും ആയിട്ടുള്ള എക്സ് എന്ന ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആൽഫ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ന്യൂക്ലിയസിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത് മാസ് നമ്പർ 4 കുറയുന്നു, അറ്റോമിക് നമ്പർ 2 കുറയും. കൂടെ എന്തുണ്ടാവും? ആൽഫ എമീഷൻ ഉണ്ടാവും. ആൽഫ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ് ആണ്. അപ്പോൾ ഇതുപോലെ തന്നെ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താൽ ഗാമ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്താലുള്ള ചേഞ്ച് ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോയിൽ പറയുന്നുണ്ട്. ഇതേ ന്യൂക്ലിയസിൽ നിന്ന് ബീറ്റ എമീഷനാണ് നടന്നതെങ്കിൽ ഇലക്ട്രോൺസ് ആണ് എമിറ്റ് ചെയ്യുക. +E - 1 0 എന്ന് എഴുതും നമ്മൾ.
കൂടെ ന്യൂക്ലിയസിന് ഉണ്ടാവുന്ന മാറ്റം മാസ് നമ്പറിൽ ചേഞ്ച് ഇല്ല, അറ്റോമിക് നമ്പർ 1 കൂടും. ഇനി ഗാമ റേഡിയേഷനാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ ന്യൂക്ലിയസിൽ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല, നോ ചേഞ്ച് ആണ് വരുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നേരത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ആൽഫ എന്ന് പറയുമ്പോൾ കൂടെ ഹീലിയം ആണ് എഴുതേണ്ടത്, ബീറ്റ എന്ന് എഴുതുമ്പോൾ അത്രയും ഇലക്ട്രോൺസ് ആണ് എഴുതേണ്ടത്. അതുപോലെ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കാർബൺ ഡേറ്റിംഗ്, ബീറ്റ റേ ഡീക്കേ ആണ് കാർബൺ ഡേറ്റിങ്ങിൽ. അതായത് ഫോസിൽസിൻ്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ കാർബൺ ഡേറ്റിംഗ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവിടുത്തെ എമീഷൻ എന്ന് പറയുന്നത് ബീറ്റ റേ ആണ്. അപ്പോൾ കാർബൺ 14 നൈട്രജൻ 14 ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആറ്റോമിക് നമ്പർ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, മാസ് നമ്പറിൽ ചേഞ്ച് ഒന്നുമില്ല. അതുപോലെ നമ്മൾ ഈ ഏരിയയിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ് റേഡിയോ ആക്റ്റീവ് സീരീസ്. 4 റേഡിയോ ആക്റ്റീവ് സീരീസ് ആണുള്ളത്. തോറിയം സീരീസ്, നെപ്റ്റ്യൂണിയം സീരീസ്, യുറേനിയം സീരീസ്, ആക്ടീനിയം സീരീസ്. അപ്പോൾ ഇവിടെ ഫോറൻ സീരീസ് ഏതാണ്, അല്ലെങ്കിൽ ഫോറൻ+1 സീരീസ്, ഫോറൻ+2, ഫോറൻ+3 സീരീസ് ഏതാണ് എന്നുള്ള തരത്തിലാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ തോറിയം സീരീസിനെ നമുക്ക് ഫോറൻ സീരീസ് എന്ന് പറയാം. തോറിയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ലെഡാണ്, ലെഡ് 208 ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ രണ്ടാമത്തേത് നെപ്റ്റ്യൂണിയം സീരീസ്, ഫോറൻ+1 സീരീസ് ആണ്. നെപ്റ്റ്യൂണിയം 237, ബിസ്മത്ത് 209 ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. നെപ്റ്റ്യൂണിയം സീരീസിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബിസ്മത്താണ്. ബാക്കിയുള്ള 3 ലെഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബിസ്മത്ത് കിട്ടുന്നത് നെപ്റ്റ്യൂണിയം സീരീസാണ്, ഫോറൻ+1 സീരീസിലാണ്. യുറേനിയം സീരീസ് ഫോറൻ+2 സീരീസാണ്. യുറേനിയം 238, ലെഡ് 206 ആവുകയാണ് ചെയ്യുന്നത്. ആക്ടീനിയം സീരീസ് ഫോറൻ+3 സീരീസാണ്. ആക്ടീനിയം 231, ലെഡ് 207 ആവുന്നു. ഇതിനെ നമുക്ക് ഷോർട്ടായിട്ട് തൊട്ട് താഴെ കൊടുത്ത രീതിയിൽ ഓർത്തിരിക്കാം. ആൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ആക്ടീനിയം, യു യുറേനിയം, എൻ നെപ്റ്റ്യൂണിയം, ടി തോറിയം. താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ ഫോറൻ+3, ഫോറൻ+2, ഫോറൻ+1, ഫോറൻ സീരീസ്. അതിലെ ഫൈനൽ ന്യൂക്ലിയർ കൂടി ഓർത്തിരിക്കുക. നെപ്റ്റ്യൂണിയത്തിലൊഴികെ ബാക്കിയുള്ളതിലെല്ലാം ലെഡാണ്, നെപ്റ്റ്യൂണിയത്തിൽ ബിസ്മത്താണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചീഫ് പ്രോഡക്റ്റ് ഇൻ ദ സീഗ്ലർ-നാട്ട കാറ്റലൈസ്ഡ് പോളിമറൈസേഷൻ ഓഫ് പ്രൊപ്പിലീൻ ഈസ്. ദ ചീഫ് പ്രോഡക്റ്റ് ഇൻ ദ സീഗ്ലർ-നാട്ട കാറ്റലൈസ്ഡ് പോളിമറൈസേഷൻ ഓഫ് പ്രൊപ്പിലീൻ ഈസ്. അതായത് സീഗ്ലർ-നാട്ട കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന പ്രൊപ്പിലീൻ്റെ പോളിമറൈസേഷനിൽ നമുക്ക് കിട്ടുന്ന ചീഫ് പ്രോഡക്റ്റ് താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ്? ഐസോടാക്റ്റിക് ആണോ, സിൻഡയോടാക്റ്റിക് ആണോ, അറ്റാക്റ്റിക് പോളിപ്രൊപ്പിലീൻ ആണോ, മിക്സ്ചർ ഓഫ് സിൻഡയോടാക്റ്റിക് ആൻഡ് അറ്റാക്റ്റിക് പോളിപ്രൊപ്പിലീൻ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. സീഗ്ലർ-നാട്ട കാറ്റലൈസ്ഡ് പോളിമറൈസേഷൻ ഓഫ് പ്രൊപ്പിലീനിൽ നമുക്ക് കിട്ടുന്ന ചീഫ് പ്രോഡക്റ്റ് അറ്റാക്റ്റിക് പോളിപ്രൊപ്പിലീൻ ആണ്. അറ്റാക്റ്റിക് പോളിപ്രൊപ്പിലീൻ, ഓപ്ഷൻ സി. അറ്റാക്റ്റിക് എന്ന് പറഞ്ഞാൽ എ പോളിമർ ദാറ്റ് ലാക്സ് എനി റെഗുലർ അറേഞ്ച്മെൻറ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ഇറ്റ്സ് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. എ പോളിമർ ദാറ്റ് ലാക്സ് എനി റെഗുലർ അറേഞ്ച്മെൻറ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് ഇറ്റ്സ് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. അതായത് ആൽക്കൈൽ സബ്സ്റ്റിറ്റ്യൂവൻറ്റിൻ്റെ പൊസിഷനിൽ റെഗുലർ അറേഞ്ച്മെൻറ്റിൽ മാറ്റം വരികയാണെങ്കിൽ അങ്ങനെയുള്ളവയാണ് അറ്റാക്റ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാക്രോൺ ഈസ് എ കോപോളിമർ ഫോംഡ് ബൈ ദി കണ്ടൻസേഷൻ ഓഫ് ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്, അഡിപ്പിക് ആസിഡ് ആൻഡ് ഹെക്സാമെഥിലിൻ ടെട്രാമീൻ, എത്തിലീൻ ഈഥൈൽ ഗ്ലൈക്കോൾ ആൻഡ് ടെറിഫ്താലിക് ആസിഡ്, യൂറിയ ആൻഡ് ഫോർമാൽഡിഹൈഡ്. ആൻസർ ഈഥൈൽ ഗ്ലൈക്കോൾ ആൻഡ് ടെറിഫ്താലിക് ആസിഡ്. Dacron is a copolymer formed by the condensation of ethyl glycol and terephthalic acid. നമുക്ക് കുറച്ച് പോളിമേഴ്സ് അതിൻ്റെ മോണോമർ യൂണിറ്റ്സ് നോക്കാം. PVC, വിനൈൽ ക്ലോറൈഡ്, ടെഫ്ലോൺ, ടെട്രാഫ്ലൂറോ എത്തീൻ, ഗ്ലിപ്റ്റാൾ, എത്തിലീൻ ഗ്ലൈക്കോൾ ആൻഡ് താലിക് ആസിഡ്, ബേക്കലൈറ്റ്, ഫീനോൾ ആൻഡ് ഫോർമാൽഡിഹൈഡ്, കാർബോഹൈഡ്രേറ്റ്, മോണോസാക്കറൈഡ്, ന്യൂക്ലിക് ആസിഡ്, ന്യൂക്ലിയോറ്റൈഡ്, പ്രോട്ടീൻ, അമിനോ ആസിഡ്. നൈലോൺ 6 കാപ്രോലാക്ടം, നൈലോൺ 6,6 ഹെക്സാമെഥിലിൻ ഡയമീൻ ആൻഡ് അഡിപ്പിക് ആസിഡ്, ടെറിലീൻ ഓർ ഡാക്രോൺ, ഗ്ലൈക്കോൾ,
എത്തിലീൻ ഗ്ലൈക്കോൾ പ്ലസ് ടെറിഫ്താലിക് ആസിഡ്. അതുപോലെ തന്നെ നമ്മൾ പോളിമേഴ്സിൻ്റെ കേസിൽ ഓർത്തിരിക്കേണ്ടതാണ് ആർ എൻ എയിലെ കമ്പോണൻസ് അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിലാണ്. DNA ആണെങ്കിൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ. അപ്പോൾ യുറാസിലും തൈമിനിലും ഉള്ള വ്യത്യാസം മാത്രമാണ് RNAയും DNAയും തമ്മിലുള്ളത്. RNAയിൽ യുറാസിലാണ്, DNAയിൽ പകരം തൈമിനാണ്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്ന് വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോൺ പോളാർ പോളിമേഴ്സ് ഏതാണ്? നോൺ പോളാർ പോളിമേഴ്സ് പോളിപ്രൊപ്പിലീനും പോളിസ്റ്റൈറീനും നോൺ പോളാർ പോളിമേഴ്സിന് എക്സാമ്പിളാണ്. പോളിപ്രൊപ്പിലീൻ ആൻഡ് പോളിസ്റ്റൈറീൻ കണ്ടെയ്ൻ ഓൺലി ലണ്ടൻ ഫോഴ്സസ്. ഇതിൽ ലണ്ടൻ ഫോഴ്സ് മാത്രമാണ് ഇത്തരത്തിലുള്ള പോളിമേഴ്സിൽ വരുന്നത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.